നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രഡിക്ഷൻ സീരീസിൻ്റെ പാർട്ട് 2 ആണെന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പാർട്ട് 1 കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ട് 1 നമ്മൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു, അതായത് ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറയണത്. ആൻഡ് അതിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എന്താണ് കഴിഞ്ഞ ലൈവിൽ ഞാൻ കുറച്ചധികം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാം നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായിരിക്കും, ഇന്ന് 3 മൊഡ്യൂൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 3 എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. പ്രധാനമായിട്ട് എസ്സൈസ് വരുന്ന പോർഷനാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എസ്സൈ വരുന്ന എന്താണ് കുറവാണ് പൊതുവേ. കുറഞ്ഞ ചാപ്റ്ററിലാകെ എന്താണ് റുദർഫോർഡ് ആൻഡ് ബോർ മോഡൽ എന്നാണ് എസ്സൈ വന്ന് കണ്ടിട്ടുള്ളത്. ഈ വരുന്ന 3 മൊഡ്യൂൾസ് നിന്നായിരിക്കും നമുക്ക് കൂടുതലായിട്ട് എസ്സൈസിന് പ്രോബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, ആൻഡ് അതിലെന്തൊക്കെയാണ് പ്രോബിലിറ്റി കൂടുതലുള്ള എസ്സൈ ആൻഡ് പ്രോബ്ലം ടോപ്പിക്സ് എന്തൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യും ഇവിടെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ മൊഡ്യൂൾ 2 എന്തായിരുന്നു, നമ്മുടെ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. ഇതാണ് നമ്മുടെ 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറയണത്. ആൻഡ് ഇതിലെന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ സിലബസ് കാണാത്തവർ എന്ത് ചെയ്യുക, അതായത് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ സിലബസ് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, സിലബസ് നോക്കുക. ഓക്കെ, എൻ്റെ ഈ സിലബസ് വെച്ചുകൊണ്ട് പ്രീവിയസ് ഇയേഴ്സിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഇപ്പോൾ 2022 എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 2023 എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്, ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് എന്താണ്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ. എന്താണ്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് പഠിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളും അതിൻ്റെ ആപ്ലിക്കേഷൻസും. ഓക്കെ, ആപ്ലിക്കേഷൻ ഞാൻ പറയണത് എന്താണ്, നമ്മൾ പ്രോബ്ലത്തിൽ എന്തിനാണ് ആപ്ലിക്കേഷൻ ലെവലായിട്ട് പ്രോബ്ലംസിൽ എന്ത് ചെയ്യാറുണ്ട്, അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. ആൻഡ് 2024 അടക്കുകയാണെങ്കിൽ അതിൽ ചോദിച്ചെന്തൊക്കെയാണ്, അൺസർട്ടൻറ്റി റിലേഷൻ ഫോർ ക്ലാസിക്കൽ വേവ്സ്. അൺസർട്ടൻറ്റി റിലേഷൻ തന്നെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ വേവ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ എന്താണ്, ഇതല്ലാതെ തന്നെ നമ്മുടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും അത് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് എന്തായാലും പഠിക്കണം. ദെൻ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്താണെന്നും ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് നോക്കണം. ദെൻ എന്താണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ആൻഡ് അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എങ്ങനെയാണ് ടോപ്പിക് വൈസ് ആയിട്ട്, ഇപ്പോൾ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, അതിലേക്ക് എങ്ങനെയാണ് ഈ ടോപ്പിക്സ് പ്രീവിയസ് ഇയറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പാർട്ട് എയിലാണ് നമ്മുടെ ഡി ബ്രോയ് ഹൈപ്പോത്തിസിസും അൺസർട്ടൻറ്റി റിലേഷൻസ്, കോംപ്ലിമെൻറ്റാരിറ്റി, അത് 1 വർഷമേ ചോദിച്ചിട്ടുള്ളൂ. അതേപോലെ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് എയിലും ചോദിച്ചിട്ടുണ്ട് ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് ബിയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പാർട്ട് ബിയിൽ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ആഡ് ചെയ്തത്. ദെൻ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സി പാർട്ടിൽ, അത് എസ്സേയിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്, വേവ് പാക്കറ്റിൻ്റെ ഡെറിവേഷൻ, അതായത് വേവ് പാക്കറ്റ് എന്താണ്. അപ്പോൾ വേവ് പാക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാവും, നിങ്ങൾക്ക് ഗ്രൂപ്പ് വെലോസിറ്റി ഉണ്ടാവും, ഫേസ് വെലോസിറ്റി ഉണ്ടാവും, ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ. ഇതാണ് പാർട്ട് സിയിൽ എസ്സേ ആയിട്ട് മൊഡ്യൂൾ 2 പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഇത് 2024 ചോദിച്ചിട്ടുള്ളത്, 1 വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തല്ല റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, ബട്ട് എന്താണ് സ്റ്റിൽ ഒരു ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുപാട് എസ്സേയിൽ എന്ത് ചെയ്യാറില്ല, ഒരുപാട് റിപ്പീറ്റഡ് നമുക്ക് പറയാൻ പറ്റില്ല. അതിലാകെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ, അതായത് നമ്മുടെ മൊഡ്യൂൾ 3 ഷ്രോഡിംഗർ ഇക്വേഷനാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു എസ്സേ. ബാക്കിയെല്ലാം എന്താണ് ഓരോ വർഷം അവർ മാറ്റിയാണ് ചോദിക്കാറുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വന്നിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ പോവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ 2 പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ടോപ്പിക്സ് കിട്ടിയിട്ടുണ്ടാവും, ആൻഡ് അത് ഏതൊക്കെ പാർട്ടിലേക്ക് ആണ് നിങ്ങൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി
നമുക്ക് എക്സാക്റ്റ് എന്താണ് ടോപ്പിക്സ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, നമ്മൾ എങ്ങനെ അത് എഴുതണം, അതാണ് നോക്കാൻ പോകുന്നത്. സോ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. 2022 ചോദിച്ചിട്ടുള്ളത്. വാട്ട് വാസ് ദ പേർപ്പസ് ഓഫ് ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ്? എന്തായിരുന്നു പേർപ്പസ് എന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബട്ട് പാർട്ട് ബിയിലേക്ക് 2023 അത് പാർട്ട് ബിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട്, ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിച്ചത് ഇങ്ങനെയാണ്. എക്സ്പ്ലെയിൻ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് വിത്ത് പ്രോപ്പർ ഡയഗ്രാം. സോ നിങ്ങൾ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എ പ്രോപ്പർ ഡയഗ്രാം നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അതിലാദ്യം ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് പഠിക്കണം, എന്താണ് ഡീ ബ്രോയ് ഹൈപ്പോത്തിസിസ് എന്ന് പഠിക്കണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, നമ്മൾ ലൈറ്റിൻ്റെ എന്താണ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, ലൈറ്റിന് എന്തുണ്ട്, പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു. ആൻഡ് ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, സെക്കൻഡ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കിളിൻ്റെ വേവ് ലൈക്ക് നാച്ചറാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് പഠിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കത് അറിയാം, നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സ് എപ്പോഴും എന്താണ് ഒന്നിനനുസരിച്ച് സിമ്മട്രിയിൽ വിശ്വസിക്കുന്ന ആളാണ്. സിമ്മട്രിയിലാണ് നമ്മുടെ യൂണിവേഴ്സ് എന്താണ് കംപ്ലീറ്റ് സിമ്മട്രിക്കൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വേവിന് അല്ലെങ്കിൽ ലൈറ്റിന് വേവ് ലൈക്ക് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സിമ്മട്രി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം, പോസിബിൾ ആയിരിക്കണം അല്ലേ. അതായത് നമ്മുടെ പാർട്ടിക്കിൾസിന് എന്തുണ്ടാവണം, ദർ ഷുഡ് ബി എ വേവ് ലൈക്ക് നാച്ചർ. ഓക്കെ, ഈ കാര്യമാണ് ഡീ ബ്രോയ് ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യാണ് നമ്മൾ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹൈപ്പോത്തിസിസ് എന്താണ് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. സോ ഹൈപ്പോത്തിസിൻ്റെ ആ ഡെഫിനിഷൻ, ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? എവറി മൂവിങ് പാർട്ടിക്കിൾ ഓർ ഒബ്ജക്റ്റ് വിത്ത് മൊമെൻറ്റം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ മൊമെൻ്റ് ഉള്ള, അതായത് മൊമെൻ്റ് എന്ത് ചെയ്യാൻ പാടില്ല, സീറോ ആകാൻ പാടില്ല. ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റം ഉള്ള ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ആൻ അസോസിയേറ്റഡ് വേവ് നാച്ചർ. അതിന് എന്തുണ്ടെന്ന് നമ്മൾ പറയണത്, ദർ ഇസ് ആൻ അസോസിയേറ്റഡ് വേവ് നാച്ചർ. വേവ് നാച്ചർ ഉണ്ടെന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, ആൻഡ് ഈ ഒരു വേവ് നാച്ചർ ഉണ്ട്. ആൻഡ് ആ വേവിന് അസോസിയേറ്റഡ് ഉള്ള ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അതിൻ്റെ വേവ് ലെങ്ത് അല്ലേ. സോ അതിൻ്റെ വേവ് ലെങ്ത് എന്തായിരിക്കും, ലാംഡ വിൽ ബി ഈക്വൽ ടു h/p. ഓക്കെ, അതായത് പാർട്ടിക്കിളിന് ഒരു വേവ് ക്യാരക്ടർ ഉണ്ട്, ആ വേവ് ക്യാരക്ടർ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി h/p. h എന്താണ്, നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. p എന്താണ്, നമ്മുടെ മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, ആൻഡ് ഈ ലാംഡയെ നമ്മൾ പറയുക ഡീ ബ്രോയ് വേവ് ലെങ്ത് എന്നാണ് കേട്ടോ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നൊരു ഇക്വേഷനാണ് കേട്ടോ ഇത്. ഓക്കെ, ആൻഡ് ഡീ ബ്രോയ് ഹൈപ്പോത്തിസിസിനനുസരിച്ച് വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹൈലി മാസീവ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മൾ ഈ വേവ് നാച്ചർ നമുക്ക് എന്തല്ല, നമുക്ക് ഹൈലി വിസിബിൾ അല്ല നമുക്ക് എന്തല്ല മെഷറബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് ഒരു അസോസിയേറ്റ്, ഒരു വലിയൊരു വേവ് നാച്ചർ ഒരു ബിഗ് പാർട്ടിക്കിളിന് അസോസിയേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കല്ല എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണ് ഡീ ബ്രോയ് വേവ് പറയാറ് എന്തിന് അസോസിയേറ്റഡ് ആയിട്ടാണ്, നമ്മുടെ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ പോലെയുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസിന് അസോസിയേറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയാറ്, ഡീ ബ്രോയ് വേവ് ലെങ്ത് പറയാറ് കേട്ടോ. ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, ബട്ട് നമുക്ക് എന്തെങ്കിലും വളരെ കൺസൈസ് ആയിട്ട് പോകുക എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീ ബ്രോയ് ഹൈപ്പോത്തിസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ മാത്രമല്ല, നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കേട്ടോ അത്. ഞാൻ കഴിഞ്ഞ ലൈവിൽ കുറച്ച് കോൺസ്റ്റൻറ്റ് വാല്യൂസ് നിങ്ങളോട് പഠിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പഠിച്ച് വെക്കേണ്ട ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എച്ചിൻ്റെ വാല്യൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം, ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റിന് എന്താണെന്ന് നോക്കാം. എന്താണ്, നമ്മുടെ വേവ് നാച്ചറിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ് നമ്മുടെ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താ ഇതിൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ പാർട്ടിക്കിളിന് വേവ് നാച്ചർ ഉണ്ടെന്ന് പറഞ്ഞത്. സോ എന്ത് ചെയ്യണം, ഈ വേവിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫിനോമിനാസ് ഉണ്ട്, ലൈക്ക് ഡിഫ്രാക്ഷൻ, ഇൻ്റർഫിറൻസ് ഒക്കെ. ഇതൊക്കെ എന്ത് ചെയ്യണം, ഈ പാർട്ടിക്കിളും എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം. അത് ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പാർട്ടിക്കിളിന് അസോസിയേറ്റഡ് വേവ് നാച്ചർ ഉണ്ടെന്ന് പറയാം.
സോ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ. ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ പോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ജസ്റ്റ് ഈ ഒരു ഇമേജ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഈ ഒരു ഇമേജിനെക്കാട്ടും ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ ഇമേജാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. ദിസ് ഈസ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നോക്കിയത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമുക്ക് എന്തുണ്ട്, ദർ ഇസ് എ ക്രിസ്റ്റൽ, എന്തുണ്ട്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോൺ ബീമിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ഇലക്ട്രോൺ ബീം വന്നിട്ട് ഈ ക്രിസ്റ്റലിൽ തട്ടു അല്ലേ, ക്രിസ്റ്റൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, അത് സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ, ഈ സ്കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക, എങ്ങനെയാണോ നമ്മുടെ ഇലക്ട്രോൺ ബീം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, അത് തിരിച്ചു പോകും. ഓക്കെ, അതിന് ഇപ്പം വരുന്ന ആൾക്ക് ഇലക്ട്രോൺ എന്താണ്, ഇലക്ട്രോൺ പാർട്ടിക്കിളാണ്, നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ട് എന്ത് വിചാരിക്കണില്ല, ഒരു വേവ് ലെങ്ത് അസോസിയേറ്റഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലേ. ബട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വേവ് ലൈറ്റ് ക്യാരക്ടേഴ്സ് ഈ ഇലക്ട്രോൺസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഇൻ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്, ഈ കേസിൽ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇലക്ട്രോൺ വന്ന് ഈ ക്രിസ്റ്റലിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് പ്രകാരം ഈ ഇലക്ട്രോൺസും ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ, അതായത് ഒരു ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനെ എക്സിബിറ്റ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുകയാണ്. സോ ഇലക്ട്രോണിൻ്റെ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇതിൽ വന്ന് സ്കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യണമല്ലോ അല്ലേ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, നമുക്കൊരു ഇലക്ട്രോൺ ബീം ഉണ്ട്. ദെൻ ഒരു ക്രിസ്റ്റലിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്, ഈ 3 കാര്യം ഓർമ്മിച്ച് വെക്കട്ടെ. ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഇതോ ഇലക്ട്രോൺ ഗണ്ണാന്ന് വിചാരിച്ചോ. എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കുറച്ച് ഹൈ വെലോസിറ്റിയിൽ മുന്നോട്ട് എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണ ആളാണ് നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഒരു നിക്കൽ ക്രിസ്റ്റൽ ടാർഗറ്റ് ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. ഈ ഡിറ്റക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നെക്സ്റ്റ്, ഇതിൽ എന്താ ഒബ്സർവ് ചെയ്തത്, ഇതിൻ്റെ ഒബ്സർവേഷനാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്താ ഇതിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ വന്നിട്ടുള്ള, അതായത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ സ്കാറ്റർ ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളും അതേപോലെ തന്നെ നമ്മുടെ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഈ ഇലക്ട്രോണിക് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി, അത് തമ്മിലുള്ള എന്താണ് റിലേഷൻ നമ്മൾ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്ത സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾ നോക്കിയോ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിൻ്റെ വോൾട്ടേജും കൂട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഡിഫറെൻറ്റ് എന്താണ് എനർജിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഒരു 44 വോൾട്ട് എനർജിയിൽ എന്ത് ചെയ്യാണ്, ഞാൻ ആ 44 വോൾട്ട് എനർജി ഫിക്സഡായിട്ട് വെക്കുകയാണ്. ഫിക്സഡായിട്ട് വെച്ചുകൊണ്ട് ഞാൻ ആ സ്കാറ്ററിങ് ആംഗിളും ആ സ്കാറ്റർഡ് ഇൻറ്റൻസിറ്റിയും തമ്മിൽ ഉള്ള ഗ്രാഫ് വരയ്ക്കണ സമയത്ത് നിങ്ങൾ നോക്കിയേ, ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്. ഒരു ചെറിയൊരു ബമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോം ചെയ്ത് തുടങ്ങുന്നുണ്ട് അല്ലേ, ഒരു ചെറിയ ബമ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഇലക്ട്രോണിൻ്റെ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാണ്, ഞാൻ പിന്നെയും കൂട്ടുകയാണ്. ആ കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ഒരു 48 വോൾട്ട് ആയ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ഈ ബമ്പ് നോക്കി, ബമ്പ് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ളൊരു ബമ്പാണ് ഇവിടെ. ഓക്കെ, തന്നെ എന്ത് ചെയ്തു, ഞാനൊരു 54 വോൾട്ടാക്കി ഇത് ഇൻക്രീസ് ചെയ്തു. നോക്കിയേ, ബമ്പ് എന്ത് ചെയ്യും, ഒരു ലാർജ് ബമ്പായി ഇവിടെ. ഓക്കെ, ഒരു ലാർജസ്റ്റ്, വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു ലാർജസ്റ്റ് ബമ്പായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, തന്നെ എന്ത് ചെയ്തു, പിന്നെയും കൂട്ടി, വോൾട്ടേജ് പിന്നെയും കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ആ ബമ്പ് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട് എന്ത് ചെയ്യും, കുറഞ്ഞു വരാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കുറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ഒരു 54 വോൾട്ടിൽ നമുക്കൊരു എന്താണ്, ഒരു വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു ബമ്പ് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ഈ ഒബ്സർവേഷൻ ഡയഗ്രത്തിൽ, ഒരു ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. എന്താണ്, എ സ്ട്രോങ് പീക്ക് ഇൻ ഇൻറ്റൻസിറ്റി വാസ് ഒബ്സർവ്ഡ് അറ്റ് എ സർട്ടൈൻ ആംഗിൾ തീറ്റ ഈക്വൽ ടു 50 ഡിഗ്രി. ഓക്കെ, അതായത് ഈ ബമ്പ് ഫോം ചെയ്ത ആംഗിൾ എന്താണ്, ദിസ് ഈസ് 50 ഡിഗ്രി കേട്ടോ. ഇൻറ്റൻസിറ്റി, സോറി, ഇത് നമ്മുടെ ഇവിടെ ആംഗിളും ഇത് ഇൻറ്റൻസിറ്റി ആണ്. ഓക്കെ, ഒരു 50 ഡിഗ്രി ആംഗിളിൽ ആൻഡ് ഒരു 54 വോൾട്ട് എനർജി നമ്മൾ കൊടുത്ത സമയത്ത് ഒരു വളരെ ഇൻറ്റൻസിറ്റി ഉള്ള, അല്ലെങ്കിൽ എന്താണ്, ഒരു സ്ട്രോങ് പീക്ക് ഇൻ ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ഇൻറ്റൻസിറ്റിയിലെ പീക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇലക്ട്രോൺ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫിനോമിന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല.
ഓക്കെ, നോർമൽ ഇലക്ട്രോൺ പാർട്ടിക്കിൾ നാച്ചർ മാത്രമായിട്ടാണെങ്കിൽ. ഓക്കെ, ബട്ട് എന്ത് ചെയ്തു, നമുക്കൊരു സ്ട്രോങ് പീക്ക് ഇൻറ്റൻസിറ്റി ഇവിടെ കിട്ടുകയും ചെയ്തു. സോ ഇതെന്ന് പറയുന്ന കാര്യം നമ്മൾ എന്താണ് ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ്, അതായത് ഒരു ബ്രാഗ്സ് ലോ റിലേറ്റഡ്. നമ്മൾ ബ്രാഗ്സ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും നമ്മൾ ബ്രാഗ്സ് ലോ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ബ്രാഗ്സ് ലോ റിലേറ്റഡ് ആയിട്ട് n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഈ ബ്രാഗ്സ് ലോ റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ഈ ബ്രാഗ്സ് ലോ പ്രെഡിക്റ്റ് ചെയ്ത പോലത്തെ ഒരു എന്താണ് ഒരു പീക്ക് ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്കിതിൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കിട്ടിയ എക്സ്പെരിമെൻ്റ് റിസൾട്ടും ബ്രാഗ്സ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത്, ബ്രാഗ്സ് വേവ്സിൻ്റെ കേസിൽ എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത്, അത് രണ്ടും മാച്ച് ചെയ്ത് നോക്കി അത് തമ്മിൽ എന്ത് ചെയ്യേണ്ടത്, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിന് വേവ് ലൈക്ക് നാച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷൻ ഇത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന സ്റ്റെപ്സ് മാത്രമാട്ടോ ചെയ്യണത്. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാഗ്സ് ലോൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. ബ്രാഗ്സ് ലോ എന്താണ് ശരിക്കും, നമ്മുടെ വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് നമ്മുടെ ക്രിസ്റ്റലിൽ, ഓക്കെ, ക്രിസ്റ്റൽ എന്തുണ്ട്, ഇവിടെ പ്ലെയിൻസ് ഉണ്ട് അല്ലേ, നമ്മുടെ ക്രിസ്റ്റൽ പ്ലെയിൻസ് ഉണ്ടാവും. ഈ ക്രിസ്റ്റൽ ഓരോ ക്രിസ്റ്റൽ പ്ലെയിനിലും തട്ടിയിട്ട് എന്ത് ചെയ്യാണ്, സ്കാറ്റർ ചെയ്ത് പോവുകയും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുക, ഇൻ്റർഫിയർ ചെയ്തിട്ട് ഒരു ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണെങ്കിൽ വരുന്നതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റും, ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ കുറവ് ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റും നിങ്ങൾ ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതല്ല നമുക്ക് കിട്ടുക. ആ സെയിം കാര്യമാണ് എന്ത് ചെയ്യണം, നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിൽ നമ്മൾ മാറ്റി നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം ബ്രാഗ്സ് ലോൻ്റെ കേസ് എന്താണെന്നുള്ളത്, ബ്രാഗ്സ് ലോ എന്താണെന്നുള്ളത് നോക്കുക നിങ്ങൾ, ആ ഡെഫിനിഷനും കാര്യങ്ങളും നോക്കുക. ആൻഡ് ഈ ഒരു ഇക്വേഷൻ ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ബ്രാഗ്സ് ലോ ഇക്വേഷൻ ഫോർ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻ്റ് ആണിത്. നിങ്ങൾ നോർമലി പഠിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും, n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നായിരിക്കും. നമ്മൾ ഇത് വെച്ചിട്ടാട്ടോ ഇത് എന്താണ് ഡെറിവേഷൻ എന്ത് ചെയ്യണം ചെയ്യാൻ പോകുന്നത്. എന്താണ് n എന്താണ്, ഇറ്റ് ഇസ് ദ ഓർഡർ. ഓക്കെ, ജസ്റ്റ് എന്ത് ഈ ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക, ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യാൻ യൂസ് ചെയ്യണം ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു സിംഗിൾ ക്രിസ്റ്റലിൽ വന്നിട്ട് നമ്മുടെ ഇലക്ട്രോൺ വന്ന് സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ 50 ആംഗിളിൽ ഒരു ലാർജസ്റ്റ് പീക്ക് ഉണ്ടാവണം. അതാണ് ഇതിൽ ഈ ഒരു ഇമേജിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ്, നമ്മുടെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണ് അതിൻ്റെ ഒരു ഡയഗ്രാം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്, ദിസ് ഈസ് അവർ നിക്കൽ ക്രിസ്റ്റലാണത്. നിക്കൽ ക്രിസ്റ്റൽ എന്തുണ്ട്, നമ്മുടെ പ്ലെയിൻസ് ഉണ്ട് അല്ലേ, ആറ്റോമിക് പ്ലെയിൻസ് ഉണ്ട്, ക്രിസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീമാണിത്. ഇലക്ട്രോൺ ബീം വന്ന് നമ്മുടെ ക്രിസ്റ്റൽ പ്ലെയിനിൽ പതിക്കുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് സ്കാറ്ററിങ് അല്ലേ, സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. സ്കാറ്റർ ചെയ്ത് പോകുന്ന ബീം എന്ത് ചെയ്യും, ഇൻ്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ ആദ്യം ബ്രാഗ്സ് ലോ ചെയ്ത് നോക്കുകയാണ്. എന്താണ്, n ലാംഡ ഈക്വൽ ടു, ഞാൻ നേരത്തെ എഴുതിയ പോലെ n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. നമുക്ക് എന്തൊക്കെ അറിയണം, നമുക്ക് d അറിയണം അല്ലേ. d എന്താണ്, ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. d എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർപ്ലേനാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റൽസ്. ഓക്കെ, നിർബന്ധമായിട്ട് മനസ്സിലാക്കണേ. എന്താണ് d എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഇൻ്റർപ്ലേനാർ ഡിസ്റ്റൻസ്, ഇൻ്റർപ്ലേനാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റൽസ്. ഓക്കെ, ആൻഡ് തീറ്റ എന്താണോ ഇവിടെയുള്ള തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ക്രിസ്റ്റൽ പ്ലെയിൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ തീറ്റയും നമ്മുടെ ഫൈയും എന്താണ്, ഡിഫറെൻ്റ് ആണ് കേട്ടോ. തീറ്റയും ഫൈയും ഡിഫറെൻ്റ് ആണ്. ഈ തീറ്റയ്ക്കനുസരിച്ച് നമ്മൾ എങ്ങനെ ഫൈ എഴുതുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീറ്റ എന്ന് പറയണത് ഇസ് ദ ഇൻസിഡൻറ്റ് റേയും ഡിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് നമ്മുടെ ഫൈ. ഓക്കെ, ഈ ഒരു ഫൈൻ്റെ ബൈ 2 ആണ് എന്ത് വരിക, നമ്മുടെ തീറ്റ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എടുക്കണം, ഈ ഫൈക്ക് വേറെ നമ്മൾ 50 എടുക്കണം. ഓക്കെ, ഒന്നുകൂടി 5/2 എന്ന് എഴുതാം. അല്ലെ നമുക്ക് എന്ത് ചെയ്യണം, 180 - 5/2 കേട്ടോ.
നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന കാര്യമാണ്. നമ്മൾ ബ്രാഗ്സ് ലോയിൽ നമ്മൾ തീറ്റ എന്ന് പറയുന്ന സമയത്ത് ഒരു വാല്യൂ എടുക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ദർ ഇസ് എ ഡിഫറെൻറ്റ് ആംഗിൾ ഫൈ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ തീറ്റ എന്താണ് ഫൈ എന്താണെന്നുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം. തീറ്റ എന്താണ്? ഇൻസിഡൻറ്റ് റേയും ക്രിസ്റ്റൽ പ്ലെയിൻ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇൻസിഡൻറ്റ് റേയും ഡിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. ഓക്കെ, ഓർമ്മിച്ച് വെക്കണം കേട്ടോ. തീറ്റയും ഫൈയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഈ കേസിൽ ഒരു നിക്കൽ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ നമ്മൾ ഡി എന്ന് പറയണത് ഡി വിൽ ബി ഈക്വൽ ടു എന്താണ് 0.91 ആംസ്ട്രങ് ആണ്. ഈ ഡി കാണാനുള്ള എന്തുണ്ട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കണം കേട്ടോ അത്. ആൻഡ് നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം എ എന്ന് പറഞ്ഞൊരാളാണ്. എ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ക്രിസ്റ്റൽ പ്ലെയിൻ്റെ ഡിസ്റ്റൻസ് കേട്ടോ. എ ഈക്വൽ ടു 2.15 ആംസ്ട്രങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എ എന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം എന്നില്ല, ഡി എന്ത് ചെയ്താൽ മതി ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം ഡി കിട്ടി, നമുക്ക് എന്ത് വേണം? തീറ്റ വേണം അല്ലേ. തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? തീറ്റ ഈക്വൽ ടു ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തെടുക്കുകയാണ്? 180 മൈനസ് 5/2 എന്ന് എടുക്കുകയാണ്. 5 നമ്മൾ ഓൾറെഡി എന്താ പറഞ്ഞിട്ടുള്ളത്? മാക്സിമം നമ്മുടെ ബമ്പ് ഏറ്റവും മാക്സിമം വരുന്ന എവിടെയായിരുന്നു? 50 ഡിഗ്രി ആംഗിളിലായിരുന്നു അല്ലേ. അങ്ങനെയാണ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 5ക്ക് പകരം 50 എന്ന് കൊടുക്കാം. സോ 180 മൈനസ് 50/2 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 65 ഡിഗ്രി ആയിരിക്കും വരിക. സോ നമുക്ക് ഡി കിട്ടി, തീറ്റ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഗ്സ് ലോയിൽ അപ്ലൈ ചെയ്ത് നോക്കാം എന്താ വരിക. ആൻഡ് ഈ കേസിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് എടുക്കണത്. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 1 എന്നും കൂടെ ഞാൻ എടുക്കുകയാണ്. സോ n ഈക്വൽ ടു 1 എന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നാവും അല്ലേ. 2d സൈൻ തീറ്റ. ഇതിലെല്ലാ വാല്യൂസും നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് നോക്കുക. എന്താണ് വരിക? 2d സൈൻ തീറ്റ പറയുന്ന സമയത്ത് 2 ഇൻറ്റു 0.91 ആംസ്ട്രങ് ആണ്. ആംസ്ട്രങ് വരും ഇൻറ്റു സൈൻ 65 വരും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.65 ആംസ്ട്രങ് വരും കേട്ടോ. എന്താണ് അപ്പോൾ ബ്രാഗ്സ് ലോ പ്രകാരം നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഈ കേസിലെ ഇൻറ്റൻസിറ്റി എന്ത് വന്നു? വേവ് ലെങ്ത് എന്ത് വന്നു? 1.65 ആംസ്ട്രങ് വന്നു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തൊരു വേവ് എന്നുള്ള അസോസിയേറ്റ് ആലോചിച്ചതാണ്. ഇതെന്താണ്? ക്ലാസിക്കലി ഉള്ള വേവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഡീബ്രോയ് വേവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണല്ലേ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഡീബ്രോയ് വേവിന് നമുക്ക് എന്തുണ്ട്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഡീബ്രോയ് വേവിൻ്റെ ഇക്വേഷൻ, ഡീബ്രോയ് വേവ്, ഡീബ്രോഗ്ലി എന്ന് പറയും, ഡീബ്രോയ് എന്ന് പറയും, വാട്ട് എവർ. ഡീബ്രോയ് വേവിൻ്റെ ഇക്വേഷൻ എന്തായാലും നമ്മൾ പഠിച്ചിട്ടുള്ളത് ലാംഡ ഈക്വൽ ടു h/p അല്ലേ. ഓക്കെ, h/p ആണ്. ആൻഡ് ഈ പിക്ക് വരെ നമുക്ക് എന്ത് പറയും? നമുക്കിവിടെ പൊട്ടൻഷ്യൽ ആണല്ലേ കൊടുക്കുന്നത്. പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മുടെ പിക്ക് വരെ നമ്മുടെ മൊമെൻറ്റത്തിന് വരെ എനിക്ക് എങ്ങനെ എഴുതാം? √2m(e) അല്ലെങ്കിൽ എന്താണ്? 2m കൈനറ്റിക് എനർജി. ഓക്കെ, വാട്ട് എവർ, അല്ല എനർജി എന്ന് മാത്രം എഴുതിയാലും മതി. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സോ h/√2mke അല്ലെങ്കിൽ 2me എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടാ? എച്ച് എന്താണോ നമുക്കറിയാം. എച്ച് എന്താണ്? 6.626 ഇൻറ്റു 10⁻⁻34. ആൻഡ് നമ്മുടെ ഇലക്ട്രോൺ ആണ്. സോ മാസിന് പോയാൽ നമുക്ക് എന്ത് കൊടുക്കാം? 9.1 ഇൻറ്റു 10⁻31 എന്ന് കൊടുക്കാം. ആൻഡ് നമ്മൾ കൊടുത്ത എനർജി എന്താണ്? നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യലാണ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. സോ എന്ത് കൊടുക്കാം? നമുക്ക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എനർജി, കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? 54 വോൾട്ട് അല്ലേ. നിങ്ങൾ നോക്കിയാൽ ഈ 54ഉം 50 എവിടെ നിന്നാണ് കിട്ടിയെന്ന് നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണേ. 54 എവിടെ നിന്നാണ്? നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടിയ പൊട്ടൻഷ്യലാണ് 54 വോൾട്ട് അല്ലേ. ഓക്കെ, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണത്. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അറിയോ? വി ഗെറ്റ് 1.66 ആംസ്ട്രങ് കിട്ടും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, നമ്മൾ ക്ലാസിക്കൽ വേവ് വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? അതായത് നമ്മുടെ വേവ് തിയറി വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1.65 ആംസ്ട്രോങ്. ഓക്കെ, അത് നമ്മൾ ഡീബ്രോയ് ഹൈപ്പോത്തിസിസ് വെച്ച് ചെയ്ത സമയത്ത് കിട്ടിയ വേവ് ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് 1.6566 ആംസ്ട്രോങ്. ഓക്കെ, രണ്ട് എന്താണ്? വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് വാല്യൂസാണ്. അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം വാല്യൂസ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സമയത്ത് നമ്മൾ എന്ത് പറയാം? നമ്മുടെ ഇലക്ട്രോൺ എന്തുണ്ട്? ദർ ഈസ് എൻ അസോസിയേറ്റഡ് ഫോർ എൻ ഇലക്ട്രോൺ ദർ ഈസ് എൻ അസോസിയേറ്റഡ് ഡീബ്രോയ് വേവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്തത് കേട്ടോ. നമുക്ക് എന്ത് പറയാം ഇവിടെ?
നമ്മുടെ ലാംഡ ബ്രാഗ്സ് വെച്ച് കിട്ടിയ നമ്മുടെ ലാംഡയും ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഡീബ്രോയ് വേവ് ലെങ്ത് എന്താണ്, ദേ ആർ സെയിം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ഡെറിവേഷണൽ രീതി പറയാനുള്ളത്. പാർട്ട് ബിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ചെറിയ ഡെറിവേഷൻ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, വേവ് ലൈക്ക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീബ്രോയ് തിയറി ഓഫ് മാറ്റർ വേവ്സ് എന്ത് ചെയ്തു, ഇത് പ്രൂവ് ചെയ്തു. ഓക്കെ, അതായത് ഇതേപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിന് എന്തുണ്ട്, ഇലക്ട്രോൺ പോലെയുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസിന് എന്തുണ്ട്, വേവ് ലൈക്ക് ബിഹേവിയർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മുടെ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻസ് എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റ് നിർബന്ധമായിട്ടും പഠിക്കണേ. ഞാൻ അങ്ങനെ ഒരുപാട് നിർബന്ധമായിട്ടും പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യാണ്, ഞാൻ നമുക്ക് വെറുതെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പോവാം കേട്ടോ. ഓക്കെ, നമുക്ക് അത്രയും സമയമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം എന്താണ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെൻറ്റാരിറ്റി. ഇത് 2022 പാർട്ടിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ നോക്കി വെക്കുക. എന്താണ് നമ്മുടെ കാര്യം എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇലക്ട്രോണിനും പാർട്ടിക്കിൾ നാച്ചർ ഉണ്ടെന്നും അതേപോലെ ലൈറ്റിന് ഇലക്ട്രോണിന് വേവ് നാച്ചർ ഉണ്ടെന്നും അതേപോലെ ലൈറ്റിന് എന്തുണ്ട്, പാർട്ടിക്കിൾ നാച്ചർ ഉണ്ടെന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിതെന്തല്ല, ഇപ്പോൾ ഒരാൾക്ക് ശരിക്കും ഇവിടെ നമ്മൾ എന്താ പറയണത്, ഡ്യുവൽ നാച്ചറാണ് അല്ലേ. ഓക്കെ, നമ്മൾ എന്താണ് ഇവിടെ ഈ ഒരു രണ്ട് തിയറി എന്നും പറയുന്നത് ഡ്യുവൽ നാച്ചറാണ്. ഓക്കെ, ആ ഡ്യുവൽ നാച്ചർ എന്ന് പറയുന്ന സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇപ്പോൾ ഇലക്ട്രോൺ നമുക്ക് വേവ് നാച്ചർ മാത്രം വെച്ചുകൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിക്കിൾ നാച്ചർ മാത്രം വെച്ചുകൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. സെർട്ടൈൻ സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും, ശരിക്കും ഡ്യുവൽ നാച്ചർ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സെർട്ടൈൻ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സെർട്ടൈൻ എന്താണ് കണ്ടീഷൻസിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോണിന് പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സെർട്ടൈൻ കണ്ടീഷൻസിൽ ഇലക്ട്രോണിന് വേവായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സെയിം ഇൻ ദ കേസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെൻറ്റാരിറ്റി പറയാൻ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനേഷൻ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഡെഫിനേഷൻ നിർബന്ധമാണ്, എന്ത് ചെയ്യുക പഠിച്ച് വെക്കുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒറ്റ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യുക, അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് എന്താണ് നമ്മുടെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ കേട്ടോ. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണ്. എന്താണ്, നമുക്ക് 2 അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണുള്ളത്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മിക്കവാറും എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് എയിൽ ഒരു ആസ് എ ഡെഫിനിഷൻ പാർട്ട് എയിലാണ് എന്ത് ചെയ്യുക അത് ചോദിക്കുക. ആസ് എ പ്രോബ്ലം ആണ് എന്ത് ചെയ്യുക, ഇതൊരു നമ്മുടെ എന്താണ് വേറെ ഏതെങ്കിലും സെക്ഷനിൽ ചോദിച്ചിട്ടുള്ളത് ആസ് എ പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങൾ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്താ ഹൈസൻബർഗ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് ചില ക്യാരക്ടേഴ്സ്, ഓക്കെ, ചില പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓർ വേവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പറയണത്. ഈ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ തന്നെയുണ്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ 2 ആൾക്കാരുണ്ട്. ഒന്നെന്താണ് നമ്മുടെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഉണ്ട്. അതേപോലെ തന്നെ വി ഹാവ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ എനർജി ആൻഡ് ടൈം ഉണ്ട്. ഓക്കെ, ഈ 2 അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, എന്താണ് ഇൻ ദ കേസ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം നമ്മൾ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് എ simultaneous determination of the position and the momentum of a particle with unlimited precision. എന്താണ് അൺലിമിറ്റഡ് പ്രിസിഷനോട്, അതായത് നമുക്ക് ക്ലാസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്, ഒരു ബോൾ ഉണ്ട് വിചാരിച്ചോ, നമുക്കതിൻ്റെ പൊസിഷനും മൊമെൻറ്റും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അത് മെഷർ ചെയ്യുന്ന ഡിവൈസിൻ്റെ ഒരു എറേഴ്സ് ഇതിലുണ്ടാവും എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്യുറേറ്റ് ഡിവൈസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ളൊരു ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് ആ മെഷർമെൻറ്റ് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ബട്ട് വെൻ വി ആർ കമ്മിങ് ടു ക്വാണ്ടം മെക്കാനിക്സ്, ആ ക്വാണ്ടം മെക്കാനിക്സ് സബ്ജക്റ്റേ അങ്ങനെയാണ്. ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ, ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനല്ലേ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെ എന്തുണ്ട്, ദർ ഈസ് എൻ അൺസർട്ടൻറ്റി. എന്തല്ല നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ഡിവൈസ് വെച്ചിട്ട് മെഷർ ചെയ്താൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഈ ഒരു അൺസർട്ടൻറ്റിയിലുള്ളത്.
ഓക്കെ, ഇതെന്താണ് ഒരു എന്താണ് പെർട്ടിക്കുലർ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താണ് ഒരു നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. പ്രശ്നം എന്നല്ല, എന്താണ് ആ ആക്യുറസി ഇഷ്യൂ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റത്തിന് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ പറയണത് പൊസിഷനും മൊമെൻറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അറ്റ് എ ടൈം, ഓക്കെ, സൈമൾട്ടേനിയസ് ആയിട്ട് ശ്രദ്ധിക്കണം, സൈമൾട്ടേനിയസ് ആയിട്ട് അറ്റ് എ ടൈം മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടോ പറയണത്. സോ ആസ് എ ഒരു എന്താണ് അനലറ്റിക്കലി അല്ലെങ്കിൽ ആസ് എ ഇക്വേഷൻ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ് ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എറർ ഇൻ മെഷറിങ് പൊസിഷൻ കേട്ടോ. എറർ ഇൻ മെഷറിങ് പൊസിഷനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നത്. അല്ല അതേപോലെ തന്നെ എറർ ഇൻ മെഷറിങ് മൊമെൻറ്റം ഡെൽറ്റ പി എന്ന് എഴുതാം നമ്മൾ. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ or equal to h cross by 2. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എനർജീൻ്റെ ടൈമിൻ്റെ കേസിൽ വരികയാണെങ്കിലോ, എനർജി ടൈം കേസിൽ എടുക്കുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ സൈമൾട്ടേനിയസ്ലി എന്താണ് എനർജി ആൻഡ് ടൈം. എന്താണ് എനർജിയും ടൈം എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് വിത്ത് ഹൈ പ്രിസിഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. ഓക്കെ, ഇത് എന്താണ് ഡെൽറ്റ ഇ എന്താണ്, ഇറ്റ് ഇസ് ദ എറർ ഇൻ മെഷറിങ് എനർജി, ആൻഡ് ഡെൽറ്റ ടി എന്താണ്, ഇറ്റ് ഇസ് ദ എറർ ഇൻ മെഷറിങ് ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അൺസർട്ടൻറ്റിനെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ രണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് നിർബന്ധം നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഡെഫിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നിൻ്റെ ഡെഫിനേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. എനർജി ടൈമിലേക്ക് വരുന്ന സമയത്ത് എന്തേ മാറുള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ ടേം എനർജി ടൈമേ മാറുള്ളൂ. ഒരു ഹോൾ ഡെഫിനേഷൻ എന്താണ് രണ്ടിൻ്റെ കേസിലും സെയിം ആണ് വരിക. ഓക്കെ, നിങ്ങൾ എപ്പോഴും കാര്യം മനസ്സിലാക്കിയിട്ട് ഇത് ആ ഡെഫിനേഷൻ പഠിക്കുക കേട്ടോ. നമുക്ക് എന്തായിരിക്കും സിമ്പിളായിരിക്കും അത് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു എക്സാക്റ്റ് ഡെഫിനേഷന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇതാണ്. ബട്ട് നിങ്ങൾക്ക് ചില കുട്ടികൾ ഡൗട്ട് ചോദിച്ചൊരു സെക്ഷൻ ഉണ്ട്. എന്താണ്, നമ്മൾ ചില പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഈ എച്ച് ക്രോസ് ബൈ 2 എന്ത് ചെയ്യാറില്ല, ആഡ് ചെയ്യാറില്ല എന്ന്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ എച്ച് ക്രോസ് ബൈ 2 എന്ന് എടുക്കാതെ മിക്കവാറും എന്താണ് എടുക്കാറ്, ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ക്രോസ്, ഇങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. ഇത് തമ്മിൽ എന്തില്ല, ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു എറർ എന്താണ് എടുക്കുന്ന സമയത്ത് ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. സോ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബൈ 2 നമ്മൾ ഒഴിവാക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ബൈ 2 വെച്ച് ചെയ്താലും എന്താണ് കറക്റ്റാണ്. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താലും എന്താണ് ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, പലരും ഡൗട്ട് പറയുന്നൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹൈസൻബർഗ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്, വേവ് പാക്കറ്റ്. ഞാൻ പറഞ്ഞു എസ്സേയിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 2024 എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 2023 2022 എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്, വേവ് പാക്കറ്റ് എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ലൈക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേവ് പാക്കറ്റ് എന്താണെന്ന് അറിയണം. ആൻഡ് ഈ ഒരു പാർട്ട് സിയിൽ ചോദിച്ച എസ്സേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് കൺസെപ്റ്റ് ഓഫ് വേവ് പാക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്പീഡ് ഓഫ് എന്താണ് കറസ്പോണ്ടിങ് വേവ് പാക്കറ്റിന് ഈക്വൽ ആണെന്ന് തെളിയിക്കാനും പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈ രണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡീൽ ചെയ്യാമെന്ന് ഒരുമിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം എന്താ പറയാൻ പോണത്, വേവ് പാക്കറ്റ് എന്താണെന്ന്. ഓക്കെ, നമ്മളൊരു വേവ് പാക്കറ്റിനെ പറ്റി പറയുന്ന സമയത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ എലമെൻ്ററി പാർട്ടിക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ദർ ഇസ് വേവ് നാച്ചർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇലക്ട്രോൺ ഇങ്ങനെ എടുത്തു, നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ വേവ്, ഇങ്ങനെ ഒരു സിംഗിൾ വേവ് ആയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യണത്, ആ ഇലക്ട്രോണിനെ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടുന്നത്. എന്താണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേവ്സ്. എന്തല്ല, ഒരു സിംഗിൾ വേവ് ആയിട്ടല്ല നമ്മുടെ ഇലക്ട്രോണോ അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻ്ററി പാർട്ടിക്കിളോ നിൽക്കുന്നത്. ബട്ട് എങ്ങനെയാണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേവ്. ഓക്കെ, ആൻഡ് ഈ ഗ്രൂപ്പ് ഓഫ് വേവ് തന്നെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കൊരു പാർട്ടിക്കിൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറയണത്, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിക്കിൾ ഒബ്സർവ് ചെയ്യപ്പെട്ടു എന്ന് പറയണത് അതിന് ലോക്കലൈസേഷനും കൂടിയാണ്. ഓക്കെ, വേവ് എന്താണ്, വേവ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലേ നമ്മുടെ വേവ് എന്ന് പറയണത്.
നമുക്കൊരു പാർട്ടിക്കിൾ ഇലക്ട്രോൺ നമുക്ക് കാണണമെങ്കിൽ, നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ലോക്കലൈസ് ദാറ്റ് വേവ്. ഓക്കെ, അപ്പോൾ ലോക്കലൈസേഷൻ എന്ന് പറയണ ഒരു കൺസെപ്റ്റ് നിന്നാണ്, അല്ലെങ്കിൽ ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറയണത് വരുന്നത്. ഓക്കെ, എന്താണ് ലോക്കലൈസേഷൻ? ലോക്കലൈസേഷൻ ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ലോക്കലൈസേഷൻ ഓഫ് വേവ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ദർ മസ്റ്റ് ബി എ ലോക്കലൈസേഷൻ ഓഫ് ദോസ് വേവ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണ വേവ്സ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേവ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ലോക്കലൈസ്ഡ് ഇൻ സ്പേസ്, അങ്ങനെയാണ് നമ്മൾ ഒരു പാർട്ടിക്കിൾ അസോസിയേറ്റുള്ള വേവിനെ നമ്മൾ പറയാം. ഓക്കെ, ആൻഡ് ആ ലോക്കലൈസ്ഡ് വേവിനെ നമ്മൾ വിളിക്കണ പേരാണ് വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ ഡെഫിനിഷൻ നമുക്ക് വേവ് പാക്കറ്റ് ഇങ്ങനെ പറയാം: ഇറ്റ്സ് എ ലോക്കലൈസ്ഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് ദാറ്റ് ട്രാവൽസ് ടുഗദർ ആൻഡ് റെപ്രസെൻറ്റ് എ പാർട്ടിക്കിൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അതായത് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേവ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലോക്കലൈസ്ഡ് വേവിനെ നമ്മൾ എന്ത് പറയാം? വേവ് പാക്കറ്റ് എന്ന് പറയാം. നമുക്കൊരു ബ്രോഡായിട്ട് അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പത്തിന് നമുക്കൊരു വേവ് പാക്കറ്റിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ പറയാം. സോ നമുക്ക് എന്ത് പറയും? ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇതാണ്, ഇതിപ്പോൾ എന്താണ്, ഒരു എ ഈക്വൽ ടു 0 ആയിക്കോട്ടെ. എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യാണ്? നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റും. കാരണം എന്താണ്? ദർ ഇസ് എ ആംപ്ലിറ്റ്യൂഡ്, ഒരു ഹയർ ആംപ്ലിറ്റ്യൂഡ് ഫോർ ദാറ്റ് വേവ് ഹിയർ. ഓക്കെ, എന്താണ് ഇവിടെ എന്താണ് ഈ പാർട്ടിക്കിൾ ലോക്കലൈസ്ഡ് ആയിട്ടുണ്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേവ് അല്ലേ, ഒരു സിംഗിൾ വേവ് അല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേവ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് വേവ് എങ്ങനെയുള്ള വേവ്സ് ആയിരിക്കും? എല്ലാം ഒരേപോലെ തന്നെ, അതായത് ഒരേ ഫ്രീക്വൻസിയും ഒരേ വേവ് ലെങ്ത്തും ഒരേപോലെ എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. കൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് ആണോ ഉണ്ടാവുക? നമ്മുടെ ഈ വേവ് പാക്കറ്റിൽ എന്താവണ്ട? കൊഹറൻ്റ് വേവ്സ് ഒന്നും ആവണ്ട. എന്തായിരിക്കും? ദർ വിൽ ബി വിത്ത് ദ വേവ്സ് വിൽ ഹാവ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി. എന്തായിരിക്കും ഈ ഗ്രൂപ്പ് ഓഫ് വേവ്സ് എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ മൊമെൻറ്റും ഒക്കെ ഉള്ള വേവ്സ് ആണ് എന്ത് ചെയ്യുക? ഒരുമിച്ച് സൂപ്പർപോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ. എപ്പോഴും മനസ്സിലാക്കുക, ഇറ്റ്സ് നോട്ട് എ സിംഗിൾ വേവ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻ ഇലക്ട്രോൺ, ബട്ട് എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേവ്സ്. ഓക്കെ, ആൻഡ് ഈ ഗ്രൂപ്പ് ഓഫ് വേവ്സിൻ്റെ സൂപ്പർപോസിഷൻ അല്ലെങ്കിൽ ലോക്കലൈസേഷൻ നടക്കുന്ന സമയത്താണ് നമ്മളൊരു പാർട്ടിക്കിളിനെ ഒബ്സേർവ് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അത്. ഇനി ഈ വേവ് പാക്കറ്റ് ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് വേവ്സിന് അസോസിയേറ്റ് 2 ഡിഫറെൻറ്റ് വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ ഫേസ് സ്പീഡ്. അതേപോലെ തന്നെ വേറൊരാളും കൂടെ എന്താണ്? ഗ്രൂപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്പീഡ് എന്ന് പറയും. ഓക്കെ, എന്താ ഈ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, നോക്കിയേ, ഈ ഒരു വേവ് പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് സൂപ്പർപോസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഓരോ സിംഗിൾ വേവിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ദ ബി എ വെലോസിറ്റി. ഓക്കെ, അതായത് ഒരു വേവ് പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ വേവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള വെലോസിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക? ഫേസ് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഓരോ വേവിന് ഉള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഫേസ് സ്പീഡ് അല്ലെങ്കിൽ ഫേസ് വെലോസിറ്റി നമ്മളിതിനെ വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്താണ്? ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ സ്പീഡ് ഓഫ് ദ വേവ്സ് ഇൻസൈഡ് ദാറ്റ് വേവ് പാക്കറ്റ്. ഓക്കെ, ആ വേവ് പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ വേവ്സിലെ എന്താണ്? ഓരോ സിംഗിൾ വേവ്സിൻ്റെയും വെലോസിറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ്? ഫേസ് സ്പീഡ് എന്ന് പറയാം. ഓക്കെ, എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ് ദ സ്പീഡ് ഓഫ് വൺ പെർട്ടിക്കുലർ ഫേസ് ഓർ കമ്പോണൻറ്റ് ഓഫ് ദ വേവ് പാക്കറ്റ്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക വി പി എന്ന് വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നാണ്. ഈ ഒമേഗയും കെ ഒക്കെ നമ്മൾ വേവ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഒമേഗ എന്താണ്? ഇറ്റ്സ് ദ ആംഗുലാർ ഫ്രീക്വൻസി അല്ലേ? ഒമേഗ എന്താണ്? ഇറ്റ്സ് ദ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. കെ എന്താണ്? ഇറ്റ് ഈസ് ദ വേവ് നമ്പർ. ഓക്കെ, വേവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒമേഗയും കെ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക? നമ്മുടെ
വെലോസിറ്റി പറയാം. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഓൾറെഡി വേവ്സ് പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ EM തിയറിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ ω/k എന്ന് പറയുന്നത് വെലോസിറ്റി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഫേസ് വെലോസിറ്റി പഠിക്കുന്ന സമയത്ത് എന്താണ് VP = ω/k, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ അത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദർ ഈസ് ഗ്രൂപ്പ് വെലോസിറ്റി. എന്താണ് VG എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രൂപ്പ് സ്പീഡ് അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ വേവ് പാക്കറ്റിൻ്റെ ടോട്ടൽ സ്പീഡ്. ഓക്കെ, അതായത് ഉള്ളിലുള്ള ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ സ്പീഡല്ല, ഈ ഫോം ചെയ്ത വേവ് പാക്കറ്റ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനൊരു വേവ് പാക്കറ്റ് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ എന്തുണ്ടാവും, സിംഗിൾ വേവ്സ് ഉണ്ടാവും. ബട്ട് ഇങ്ങനൊരു വേവ് പാക്കറ്റ് അല്ലെങ്കിൽ വേവ് ഒരു എൻവലപ്പ് എന്ന് പറയാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടാവും, ഇതിൻ്റെയൊക്കെ എൻവലപ്പിൻ്റെ സ്പീഡ് നമ്മൾ എന്ത് പറയാം, വി കോൾ ഇറ്റ് ആസ് ഗ്രൂപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്പീഡ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, എന്താണ്, ഇറ്റ് ഈസ് എ സ്പീഡ് അറ്റ് വിച്ച് എൻവലപ്പ് ഓഫ് ദ വേവ് പാക്കറ്റ് മൂവ്സ്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്, VG = dω/dk. എന്താണ് dω/dk? ഇപ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ആംഗുലർ വെലോസിറ്റി, അതേപോലെ തന്നെ വേവ് നമ്പർ. ഓക്കെ, എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ആംഗുലർ ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു വേവ് നമ്പറാണ് dω/dk എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ദിസ് വിൽ ബി ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു, നിങ്ങൾ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, നമ്മളതിന് ലോക്കലി നമ്മൾ ഇലക്ട്രോൺ ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വെലോസിറ്റി പറയില്ലേ, ആ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് ദാറ്റ് വേവ് പാക്കറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിന് എന്താണ് ഒരു ജസ്റ്റ് ലൈക്ക് വളരെ വേഗമായിട്ട് ഞാൻ പറയാം കേട്ടോ, ഒരു 1 m/s വെലോസിറ്റി ഉണ്ടെങ്കിൽ ആൻഡ് ആ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് എൻവലപ്പിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ഇത് നമ്മൾ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് ഗ്രൂപ്പ് വെലോസിറ്റിയും പാർട്ടിക്കിൾ വെലോസിറ്റിയും സെയിം ആയിരിക്കുന്നു പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുക, നമുക്കിത് രണ്ട് തരത്തിൽ ചെയ്യണം. ഒന്നെന്താണ് റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ കേസിലും നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ കേസിലും ചെയ്യണം. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ, അതായത് നോർമൽ കേസ് സിറ്റുവേഷനിലുള്ളത് പറയാം. അത് ചെയ്താൽ മതിയാവും. ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലും കൂടെ എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, VG = എന്താണ് വരിക, dω/dk. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, dω/dk ആണ് നമ്മുടെ ഇക്വേഷൻ. ആൻഡ് ഒമേഗ എന്ന് പറയണതുണ്ട്, K എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ മേലെയും താഴെ ഒമേഗേൻ്റെ കൂടെ Hൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, H ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, H ക്രോസ് കൊണ്ട് മേലെയും താഴെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും, H ക്രോസ് ω / DH ക്രോസ് K എന്ന് വരും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, H ക്രോസ് ω ഉണ്ട്, H ക്രോസ് K ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി വേറൊരു കാര്യത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ H ക്രോസ് ω H ക്രോസ് K എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സം അതർ ക്വാണ്ടിറ്റി. എന്താണ് നമ്മുടെ എനർജി അല്ലേ, എനർജി E = H ക്രോസ് ω എന്നും, അതേപോലെ തന്നെ മൊമെൻറ്റം P = H ക്രോസ് K എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പല സ്ഥലത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇക്വേഷനെ മാറ്റി എങ്ങനെ എഴുതാം, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് DE/dP എന്ന് എഴുതാം അല്ലേ. ഇത് എന്താണ് ഇക്വേഷൻ 1 ആയിട്ട് എഴുതുകയാണ്. എൻ്റെ ആവശ്യം എന്താണ്, ഈ ഫൈനൽ എന്ത് കിട്ടണം, VG = എന്താണ് പാർട്ടിക്കിൾ വെലോസിറ്റി V എന്ന് കിട്ടണം അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനൊരു നമ്മുടെ ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ എടുക്കുകയാണ്. സോ ഫോർ എ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ, നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്, എനിക്ക് ഇക്വേഷൻ എനർജീൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, E = p²/2 എന്ന് എഴുതാമല്ലോ. നമ്മൾ നോർമലി എന്ത് കണ്ടുവരുന്നത്, നമ്മൾ ചെയ്യുന്നൊരു ഇക്വേഷൻ, എടുക്കുന്ന ഒരു ഇക്വേഷനാണ് E = p²/2. P എന്താണ് നമ്മുടെ മൊമെൻ്റ് അല്ലേ. സോ എനിക്ക് എന്ത് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഞാൻ DE/dP ചെയ്യാൻ പോവാണ്. സോ DE/dP എന്ത് വരും, എനിക്ക് DE/dP
ഡി പി വിൽ ബി ഈക്വൽ ടു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, പി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2p വരും അല്ലേ. സോ ഇറ്റ് വിൽ ബി 2p/2m ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു p/m. പിക്ക് വരെ എനിക്ക് എന്ത് എഴുതാം, p ഈസ് ഈക്വൽ ടു, ഐ ക്യാൻ റൈറ്റ് mv അല്ലേ, പാർട്ടിക്കിളിന് അസോസിയേറ്റ് ഉള്ള മൊമെൻറ്റം p ഈക്വൽ ടു mv എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വിൽ ബി ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. നിങ്ങൾ നോക്കിയേ, വിച്ച് ഈസ് ഈക്വൽ ടു v. നോക്കിയേ, വി ജി ഈക്വൽ ടു d/dp ആണ്. സോ ആൻഡ് ഫോർ എ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ നമ്മൾ d/dp ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, അതായത് v എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, വി ജി ഈക്വൽ ടു v എന്ന് പറയാലോ. സോ എന്ത് പറയാം, വി ജി ഈക്വൽ ടു ദ പാർട്ടിക്കിൾ വെലോസിറ്റി v. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, പാർട്ടിക്കിൾ വെലോസിറ്റി അതേപോലെ തന്നെ ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ്, ദേ ആർ ദ സെയിം. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ എഴുതാം. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം പറഞ്ഞുതരാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ്, ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. പാർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മൾ എനർജി എന്തെടുക്കണം, E² ഈക്വൽ ടു p² c² പ്ലസ് m0 c² c⁴. നേരെ നമ്മൾ എനർജി ഈക്വൽ ടു p²/2m എടുത്തതിന് പോലെ നമ്മൾ എന്ത് ചെയ്യണം, എനർജി ഈക്വൽ ടു ഇത് എടുക്കണം. ദെൻ എന്ത് ചെയ്താൽ മതി, d/dp ആണ്. നമ്മൾ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, വി ജി ഈക്വൽ ടു v എന്ന് തന്നെ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്ത്, ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പോൾ വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞ ഐഡിയ ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ്, ഫേസ് വെലോസിറ്റി എന്താണ്, ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റിയും പാർട്ടിക്കിൾ വെലോസിറ്റിയും നമ്മൾ റിലേഷൻ ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. വേണമെങ്കിൽ എന്ത് ചോദിക്കാം, ഗ്രൂപ്പ് വെലോസിറ്റി എന്താണെന്ന് മാത്രമായിട്ടൊരു പാർട്ടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിർബന്ധമായിട്ട് നോക്കണം. നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്താണ്, പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഇത് 2 വർഷവും പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണ് വേവ് ഫംഗ്ഷൻ്റെ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല അല്ലേ. എന്താണ്, പാർട്ടിക്കിൾ അസോസിയേറ്റഡ് വേവ് നാച്ചർ ഉണ്ട്, and അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദർ ഈസ് ഒരു സെർട്ടനിറ്റി അല്ല ഉള്ളത്, ദർ ഈസ് എൻ അൺസെർട്ടനിറ്റി ഇൻ എവ്രിതിങ്. ഓക്കെ, നമുക്ക് എന്താ പറയാൻ പറ്റുക, നമുക്ക് എല്ലാത്തിൻ്റെ പ്രോബിലിറ്റിയാണ് പറയാൻ പറ്റുക. ഓക്കെ, ഇവിടെ ഇത് കാണാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഈ ഇലക്ട്രോണിനെ കാണാൻ എന്താണ് പ്രോബിലിറ്റി കൂടുതലാണ്, മറ്റൊരു പോയിന്റിൽ പ്രോബിലിറ്റി കുറവാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മൊമെൻറ്റ് ഇതാവാനാണ് പ്രോബിലിറ്റി ഉള്ളത്. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബിലിറ്റി എന്താണ്, പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതേ കാര്യം ഇതാണ്. വി ഡോണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യത്തിനെ പറയാൻ പറ്റില്ല, അതിൻ്റെ പ്രോബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഈ ലൈവ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യനേ വരുള്ളൂ എന്നല്ല നമുക്ക് പറയാൻ പറ്റുക. ഏറ്റവും മാക്സിമം പ്രോബിലിറ്റി എന്താണ് ഉള്ള ടോപ്പിക്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞല്ലോ, അതേപോലെ. ഓക്കെ, ഇതെന്താ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയണത്. ആക്ച്വലി ഈ ചാപ്റ്റർ നമുക്ക് വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. ബട്ട് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ വേവ് ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഒരു പാർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും എംബഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ വേവ് ഫംഗ്ഷനെ സൈ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യാറ്. ആൻഡ് സൈ എന്താണ്, ഇറ്റ്സ് എ കോംപ്ലെക്സ് ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് വിൽ ബി എ കോംപ്ലെക്സ് ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഈ സൈ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ പാർട്ടിക്കിളിനെ ബോക്സ് ആണ് എടുക്കണമെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും, വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് സൈ ഓഫ് എക്സ് വിൽ ബി ലൈക്ക് ദിസ്, എ സൈൻ എന്ത് ചെയ്യാം, ഒരു nπ/a എന്നോ nπ/x/a എന്നോ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ എന്താണ്, ഒരു പാർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് വേവ് ഫംഗ്ഷൻ ഒരു ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക,
ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, നമ്മൾ എന്താണ് ബോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ നമ്മൾ പറയണത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് വേവ് ഫംഗ്ഷൻ ഒന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ബട്ട് എന്താണ് അതിൻ്റെ പ്രോബിലിറ്റി എന്താണ്, സൈ സ്ക്വയർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക, നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കണത്. ഓക്കെ, അതിൻ്റെ ഇൻഫർമേഷനൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്ത് എടുക്കുന്നത് ഈ പ്രോബിലിറ്റി വെച്ചിട്ടാണ്. ഓക്കെ, ജസ്റ്റ് എന്ത് ഇത്രയും കാര്യം ഓർമ്മിച്ചേക്കുക വേവ് ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എന്താണ് പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ജനറലി എനിക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ സൈ എന്ന് പറയണത് ഞാൻ മോസ്റ്റ് ജനറലായിട്ട് എനിക്ക് എങ്ങനെ എഴുതാം, ഒരു എ ഇ റേസ്, ഞാൻ പറഞ്ഞു എന്താണ് ഇറ്റ്സ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. മോസ്റ്റ് ജനറലി എനിക്ക് ഇങ്ങനെ എഴുതാം, എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനായിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയണത് നമുക്ക് റെപ്രസെൻ്റ് ഇങ്ങനെയാണ്, എന്താണ് സൈ സ്റ്റാർ സൈ. സൈ സ്റ്റാർ സൈ നമ്മൾ എഴുതുന്നത് എന്താണ്, അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് ഈ സൈ സ്റ്റാർ എന്ന് പറയണത്. സോ ഈ സൈൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്, അതായത് കോംപ്ലക്സ് ഫംഗ്ഷനാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇൻറ്റു സൈ. ഓക്കെ, ആദ്യം ഇത് നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എന്തുകൊണ്ടാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റഡ് ആണ്, നോക്കിയേ ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ റേസ് ടു മൈനസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മൈനസ് ആയി വരുന്ന സമയത്ത് എന്ത് ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. തന്നെ എന്താ ഇവിടെ സൈ സ്ക്വയർ വരും. അത് ഈ സൈ സ്ക്വയർ നിങ്ങൾ നോക്കിയേ, ഇതെന്ത് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആല്ലേ ഇവരിവിടെ. ഓക്കെ, അപ്പം വേവ് ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, അതായത് ആ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബിലിറ്റി എന്തിന് പ്രൊപ്പോർഷണലാണെന്ന് നമുക്ക് പറയാം, നമ്മുടെ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ എങ്ങനെയാണ് നമ്മൾ പ്രോബിലിറ്റി എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതുക, പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ എന്ന് പറയണത് നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്ക്വയർ ഡി എക്സ് നമ്മൾ എഴുതാറ്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് പി ഓഫ് എക്സ് എന്ന് പറയണത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വേവ് പാക്കറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിട്ട് എന്ത് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എന്താണ് ക്വാണ്ടം മെക്കാനിക്സിലെല്ലാം എന്താണ് നമുക്ക് പ്രോബിലിറ്റി വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഈ പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ വേവ് ഫംഗ്ഷൻ, അതായത് നമ്മൾ പാർട്ടിക്കിളിനെ ഡിഫൈൻ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പെർട്ടിക്കുലർ പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടെ എന്ത് ചെയ്യുകയാണ്, ഈ ചാപ്റ്ററിൻ്റെ തിയററ്റിക്കൽ പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പ്രോബ്ലംസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. പ്രോബ്ലംസിൽ ചോദിക്കാറുള്ളത് എന്തൊക്കെയാണ്, ഡീബ്രോയ് വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഡീബ്രോയ് വേവ് ലെങ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം ഉണ്ടാവില്ല, നമുക്ക് 3 മൊഡ്യൂൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ചില പ്രോബ്ലംസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും, ബാക്കിയുള്ള ഞാൻ ഇക്വേഷൻ എഴുതും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സോ എന്താണ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡീബ്രോയ് വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഹാവിങ് എ കൈനറ്റിക് എനർജി 1 ഇലക്ട്രോൺ വോൾട്ട്. എന്താണ് 1 ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി ഉള്ള ഒരു ഇലക്ട്രോണിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഡീബ്രോയ് വേവ് ലെങ്ത്. ഡീബ്രോയ് വേവ് ലെങ്ത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ കൈനറ്റിക് എനർജിയാണ് തന്നതെങ്കിലോ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ്, ഞാൻ ഡേവിസൺ-ജെർമർ എക്സ്പെരിമെൻറ്റിൽ ആ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വി റെപ്രസെൻറ്റ് ദ മൊമെൻറ്റം ആസ് h/√2mp അല്ലേ. നമുക്ക് ഇതൊന്നുമില്ല, ഈ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഈസ് ഈക്വൽ ടു p²/2m എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറില്ലേ. സോ p² ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 2me എന്ന് എഴുതാം, ആൻഡ് ദെൻ p വിൽ ബി ഈക്വൽ ടു √2me. ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി, നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് കൈനറ്റിക് എനർജി എന്താണ് തന്നിട്ടുള്ളത്, കൈനറ്റിക് എനർജി E ഈസ് ഈക്വൽ ടു വി ഹാവ്
1 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെന്താണ് എച്ചും എമ്മും. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കോൺസ്റ്റൻറ്റ് വാല്യൂസ് നിങ്ങൾ പഠിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്ന വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പിന്നെ നോക്കിയേ എം അല്ലേ, മാസ് ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും മാസ്. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നോക്കിയിട്ട് റിവൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക കേട്ടോ. സോ എന്താണ് എച്ചിൻ്റെ വാല്യൂ എന്താണോ, എച്ച് ഈസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻³ ആണ്. അതേപോലത്തെ നമ്മുടെ മാസ് എന്താണ്, മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ് വരിക, നമ്മുടെ 9.1 ഇൻറ്റു 10⁻31. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ഓർമ്മിച്ച് വെക്കണേ. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ദെൻ അവർ ലാംഡ വിൽ ബി ഈക്വൽ ടു എച്ചിന് പകരം 6.626 ഇൻറ്റു 10⁻34 എന്ന് എഴുതാം. ആൻഡ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് എന്താണ് വരിക, 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. ഓക്കെ, 1 ഇലക്ട്രോൺ വോൾട്ട്, സോറി 1 ഇലക്ട്രോൺ വോൾട്ടാണ് വരിക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അതിനെ ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേവ് ലെങ്ത് ആണല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണേ. 1 ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഒന്നുമില്ല, എന്ത് വരും 1.602 ഇൻറ്റു 10⁻19 ജൂൾ. ഓക്കെ, ജസ്റ്റ് ആ ഇലക്ട്രോൺ വോൾട്ട് ജൂൾ കൺവേർഷനെ വേവ് ലെങ്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1.602 1.6 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ചെറിയ വാല്യൂ അല്ലേ, -19. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നറിയോ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആയാലും ഫിസിക്സിൽ ഇപ്പോൾ എന്താണ് ഒപ്റ്റിക്സ് ആയാലും ഇപ്പം എന്താ ന്യൂമറിക്കൽ മെത്തേഡ്സ് ആയാലും ഒക്കെ ആയാലും കാൽക്കുലേഷൻ കാൽക്കുലേറ്റർ തന്നെ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ചെയ്യാൻ നോക്കുക. എന്താണ് ഇപ്പോൾ നോക്കി നിങ്ങൾ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് എന്തൊരു റൂട്ട് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇത് ചെയ്യാൻ നോക്കി ചിലപ്പോൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്ററിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ വാല്യൂ താഴത്തെ റൂട്ടിൻ്റെ ഉള്ളിലെ വാല്യൂ കാണുക, അതിൻ്റെ റൂട്ട് കാണുക, മാറ്റി വെക്കുക. then എന്ത് ചെയ്യുക, ദിസ് എച്ച് ഡിവൈഡ് ബൈ നമുക്ക് കിട്ടിയിട്ടുള്ള ആ വാല്യൂ. ഓക്കെ, ആക്യുറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. ഡയറക്റ്റായിട്ട് ചെയ്ത് ആൻസർ കിട്ടുന്ന കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബട്ട് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് എടുത്തിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ, വി വിൽ ഗെറ്റ് 1.23 ഇൻറ്റു 10⁻⁹. ഓക്കെ, നോക്കി 1.23 ഇൻറ്റു 10⁻⁹ എന്ന് വെച്ചാൽ എന്താ, 1.23 നാനോമീറ്റർ. ഓക്കെ, ദിസ് ഈസ് ദ ഡി ബ്രോയ് വേവ് അസോസിയേറ്റഡ് വിത്ത് 1 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് പ്രോബ്ലം ആണ് കേട്ടോ. എന്ത് സെയിം പ്രോബ്ലം വരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസിങ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഷോ ദാറ്റ് ആൻ ഇലക്ട്രോൺ കനോട്ട് എക്സിസ്റ്റ് ഇൻസൈഡ് എ ന്യൂക്ലിയസ്. നമ്മൾ PYQ ഒക്കെ ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണില്ല, നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യം ഇത്രയാണ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. സോ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്താണ്, ∆x ∆p > H ക്രോസ്. നമ്മുടെ യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയാം, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിലും ചെയ്തിട്ടുണ്ടാകും. അതേപോലെ PYQ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ്, അത് നമുക്കിതിൽ ∆x ∆p ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റൂല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ, അതായത് ഇലക്ട്രോണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ന്യൂക്ലിയസ് അസോസിയേറ്റഡ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ സൈസ് അറിയാം അല്ലേ. ന്യൂക്ലിയസ് സൈസ് എന്താ അവിടെ വരിക, ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫെംറ്റോമീറ്റർ റേഞ്ചാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10⁻⁻15.
നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലാർജർ ആറ്റം എടുത്തു കഴിഞ്ഞാലും എന്തായാലും നമുക്കൊരു ലാർജർ ആറ്റം എന്നുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യും 10⁻⁴ വെച്ചിട്ട് ചെയ്യാം. 15 വെച്ച് ചെയ്താലും എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താണ് 15 or 14 എന്ത് ചെയ്യുക എടുത്ത് ചെയ്യാം. ഇത് എന്ത് പറയണം, എന്താണ് ന്യൂക്ലിയസിൻ്റെ സൈസാണ്. ആ ന്യൂക്ലിയസിൻ്റെ സൈസ് നമുക്ക് എന്ത് പറയാം, Δx ആയിട്ട് എഴുതാം. ഓക്കെ, അതായത് നമ്മൾ ന്യൂക്ലിയസിൻ്റെ സൈസ് മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് സൈസ് മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒക്കർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എറർ എന്താണ്, മാക്സിമം എറർ ഈസ് ദ സൈസ് ഓഫ് ന്യൂക്ലിയസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ Δx ഈക്വൽ ടു 10⁻⁴ മീറ്റർ എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ പി ഈക്വൽ ടു അല്ലെ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ക്രോസ്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രോബ്ലം എഴുതുന്ന സമയത്ത് നമ്മൾ അത് എച്ച് ക്രോസ് എടുക്കാറുള്ളൂ. എച്ച് ക്രോസ് എടുക്കാം, അല്ലെ എച്ച് ക്രോസ് ബൈ 2 എടുത്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. എച്ച് ക്രോസ് എടുക്കാം. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ക്രോസ് ബൈ 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, 2Δx എന്ന് എഴുതാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് നമ്മൾ എറർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എനർജി ഈ മൊമെൻറ്റം വെച്ചുകൊണ്ട് നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അതും എന്ത് ചെയ്യുക, എനർജി ഓഫ് എൻ ഇലക്ട്രോണും ആൻഡ് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇഫ് ഇറ്റ്സ് എക്സിസ്റ്റഡ് ഇൻ ദാറ്റ് ന്യൂക്ലിയസ്. അതായത് നോർമലി നമുക്ക് അറിയാവുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയും ഈ ഒരു കേസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഇലക്ട്രോണിൻ്റെ എനർജിയും കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാറ്, ഇലക്ട്രോണിന് ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറ് കേട്ടോ. ജസ്റ്റ് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂൾ, അതായത് എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, ഷ്രോഡിംഗർ ഇക്വേഷനാണ് നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതെന്താണ്, നിങ്ങൾ എസ് എ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മിക്കവാറും എന്താണ് എസ് എ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടല്ല നമുക്ക് ചോദിക്കാറുള്ളൂ. ഒരേ എസ് എ നിർബന്ധമായിട്ടും റിപ്പീറ്റഡായിട്ട് ചോദിക്കാൻ നിർബന്ധമില്ല. ബട്ട് അങ്ങനെ ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇറ്റ്സ് എ റിപ്പീറ്റഡ് എസ് എ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഷ്രോഡിംഗർ ഇക്വേഷൻ എസ് എ പഠിച്ചിട്ടേ എക്സാമിന് പോവാളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള സെക്ഷൻസ് ഇതൊക്കെയാണ്. എന്താണ് 2022-ലും 2023-ലും ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എസ് എ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റിപ്പീറ്റഡ് എസ് എ ആണ്. ഇനി 2024 എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്പെക്റ്റേഷൻ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വേവ് പാക്കറ്റ് നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഓരോ പാർട്ട് വൈസ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പാർട്ട് എ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടുന്നത് ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ. ഓക്കെ, ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഓക്കെ, അതിലാണ് നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ പഠിക്കാറുള്ളത്. സോ ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ നോക്കണം. ആൻഡ് പ്രോബിലിറ്റി, ആംപ്ലിറ്റ്യൂഡ്, 0 പോയിൻ്റ് എനർജി. ഓക്കെ, 0 ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും പാർട്ട് എയിൽ ചോദിക്കാറുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ബിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എനർജി എന്താണ് പ്രോബ്ലം ചോദിക്കുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ 1 എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ പ്രോബ്ലംസിൽ ചോദിക്കാറുണ്ടായിരുന്നു. അതേപോലെ കുറച്ചധികം പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, മെയിനായിട്ട് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, പിന്നെ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂസ്. ഓക്കെ, then ഹെർമീഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബട്ട് നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ട് അത് എവിടെയും കാണാറില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സി എന്താണ്, പാർട്ട് സിയിൽ ചോദിക്കാറുള്ളത് എന്താണ്, ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, ഷ്രോഡിംഗർ ഇക്വേഷൻ ഇതെന്താണ് 2023-ലും 2022-ലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഓരോ പാർട്ടിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് എന്താണ്, നമുക്ക് എന്ത് നോക്കാം, നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണെന്നും ആൻഡ് അത് നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക. ഇതാണ് ഒരു എസ് എ, ഞാൻ പറഞ്ഞ എസ് എ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്കൊരു ഷ്രോഡിംഗർ 1 ഡയമെൻഷണൽ ഷ്രോഡിംഗർ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകണേ കേട്ടോ. ഓക്കെ, എന്താ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് അതിൽ ന്യൂട്ടൺസ് ലോസ് പഠിക്കാറുണ്ട് അല്ലേ. ന്യൂട്ടൺസ് ലോസ് പഠിക്കാറുണ്ട്. അതെന്താണ്, ആ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മെക്കാനിക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണ ഒരു ലോ ആണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ
ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ടാണ് നമുക്ക് എന്ത് വരിക, നമ്മുടെ വേവ് ഫംഗ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഷ്രോഡിംഗർ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എനർജി, മൊമെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, ഷ്രോഡിംഗർ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ അല്ല ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ കേട്ടോ. ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണ്? ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ. ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനാണ്. എവിടുന്ന് എന്തല്ല, ഡിറൈവബിൾ അല്ല, നോട്ട് ഡിറൈവബിൾ. ഓക്കെ, ആൻഡ് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവ് ഫംഗ്ഷൻ അറിയാം അല്ലേ, വേവ് ഫംഗ്ഷൻ അറിയാം. ആ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണത്, സൈ ഓഫ് എക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, നമ്മൾ വേവ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. സോ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, ഞാൻ ഒരു ജനറൽ വേവ് ഫംഗ്ഷനായിട്ട് അതിനെ എടുക്കുകയാണ്. സൈ ഓഫ് എക്സ് അല്ലെങ്കിൽ നമുക്ക് എഴുതുന്ന സമയത്തെ നമ്മൾ ജനറലി ആ ഒരു ഇക്വേഷനെ വേവ് ഫംഗ്ഷൻ എഴുതാറ് സൈ ഓഫ് എക്സ് ടി എന്നാണ്. സൈ ഓഫ് എക്സ് ടി എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. ബട്ട് നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യണ സമയത്ത് എന്താണ് നമ്മൾ ആ ടി ഫാക്ടർ, അതായത് ടൈം ഡിപ്പെൻഡൻസ് നമ്മൾ ഒഴിവാക്കുകയാണ് ഫോർ സിംപ്ലിസിറ്റി. എന്ത് ചെയ്യാം, ടൈം ഫാക്ടർ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. സോ അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ വേവ് ഫംഗ്ഷൻ എങ്ങനെ വരും, സൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എ സൈൻ കെ എക്സ് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ആൻഡ് ഇതിൽ എ എന്താണ്, ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. എ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ തന്നെ നമ്മുടെ കെ എന്താണ്, ഇറ്റ് ഈസ് ദ വേവ് വെക്ടർ. കെ ഈസ് ദ വേവ് വെക്ടർ. വേവ് വെക്ടർ ആണ്. വേവ് വെക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 2π/λ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണ്, ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ്, ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യം കുറച്ച് എന്തായിരിക്കാം, വേർഡായിട്ടൊക്കെ തോന്നാം. കാരണം നമ്മൾ എന്താണ്, വേവ് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓരോ ടേമിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ എടുത്തിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യണത്. ഇതെന്താണ്, ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക. നമ്മൾ ഏതെങ്കിലും ഒരു വേറൊരു കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യല്ല, ഇങ്ങനെ ഫൈനലി ചെയ്ത് ആ ഷ്രോഡിംഗർ ഇക്വേഷനിലേക്ക് എത്തുകയല്ല ചെയ്യണത്. നമ്മൾ ആദ്യം വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വേവ് ഫംഗ്ഷൻ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ത് ചെയ്യാണ്, ഫൈനലി എഴുതുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ വേവ് ഫംഗ്ഷൻ കിട്ടില്ലേ. അപ്പോൾ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ഡി സൈ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ്. കാരണം എന്താണ്, ഇത് എക്സ് ഡിപ്പെൻഡൻസ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. സോ എക്സ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഡി സൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു ഇക്വേഷനെ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. എന്താണ് വരിക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് അല്ലേ. സോ എന്ത് വരും, എ സൈൻ കെ എക്സിൻ്റെത് കോസ് കെ എക്സ് ആയിരിക്കും, ഇൻറ്റു എന്നും കൂടെ വരും, കെയും കൂടെ വരും. സോ എ കെ കോസ് കെ എക്സ്. കുറച്ചുകൂടെ ഒരു എഴുതാനും കാണാനും കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് കെ എ കോസ് കെ എക്സ് എഴുതാം. ഓക്കെ, ശരിക്കും നമ്മൾ എന്തിലാണ് ഇൻട്രസ്റ്റഡ്, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, ഡി സ്ക്വയർ സൈ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്താ വരിക, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വരും അല്ലേ. സോ എനിക്ക് എങ്ങനെ എഴുതാം, മൈനസ് കെ സ്ക്വയർ എ ഉണ്ടാവും, എന്ത് വരും, സൈൻ കെ എക്സ് അല്ലേ. നോക്കി, ഈ എ സൈൻ കെ എക്സ് എന്താണ്, ഇറ്റ് ഈസ് ദ സൈ ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. സോ എനിക്ക് എന്ത് ചെയ്യാം, മൈനസ് കെ സ്ക്വയർ സൈ ഓഫ് എക്സ് എഴുതാം അല്ലേ, സൈ ഓഫ് എക്സ് എഴുതാം. ഓക്കെ,
ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, നിങ്ങൾ എന്ത് ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവസാനം ഇക്വേഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതെങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. സോ നമ്മുടെ കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷനിലേക്കാണ് നെക്സ്റ്റ് പോകണം കഴിഞ്ഞാൽ. സോ കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷൻ എന്താണോ, കെ ഇ അല്ലെങ്കിൽ കെ ഈക്വൽ ടു, കെ എന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കെ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, പി സ്ക്വയർ ബൈ 2m അല്ലേ. ഇങ്ങനെയാണല്ലോ നമ്മൾ കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷൻ എഴുതാറ്. സോ പി സ്ക്വയർ ബൈ 2m വരും. ആൻഡ് പി എന്താണോ, നമ്മുടെ ഡി ബ്രോയ് വേവ് ലെങ്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, നമ്മൾ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് എഴുതിയിട്ടുണ്ട്. സോ പി ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് എഴുതാം അല്ലേ. സോ ഈ പി സ്ക്വയറിന് പറഞ്ഞ് ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, എച്ച് ബൈ ലാംഡ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാണ്. എച്ച് ബൈ ലാംഡ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാണ്. ഡിവൈഡ് ബൈ എന്ത് വരും, 2m വരും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ലാംഡ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ കെ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, കെ ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാൻ പോകുക വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ മേലെയും താഴെയും ഞാൻ 4π സ്ക്വയറോട് എന്ത് ചെയ്യാൻ പോവാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ പറയാനുള്ള എച്ച് ക്രോസിലൊക്കെയാണ്. ആൻഡ് അതിനും കൂടെ വേണ്ടിയിട്ടാണ്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ മേലെയും താഴെയും ഈ ഒരു പെർട്ടിക്കുലർ കെൻ്റെ ഇക്വേഷനിൽ 4π സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അത് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ വരിക, എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4π സ്ക്വയർ എന്താണ് വരിക, ഇൻറ്റു എന്ത് വരും, 2m ലാംഡ സ്ക്വയർ വരും. ദെൻ മേലെയും കൂടി എന്ത് ചെയ്യണം, 4π സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഓക്കെ, നിങ്ങൾ നോക്കിയേ, എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ നമുക്കറിയാം എച്ച് ക്രോസ് ഈക്വൽ ടു എച്ച് ബൈ 2π എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ക്രോസ് എന്ന് എഴുതാമല്ലോ അല്ലേ. എന്ത് ചെയ്യാം, എച്ച് ക്രോസ് സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് അതേപോലത്തെ നമ്മൾ നേരത്തെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മുടെ കെ എന്നാണ്, ഇറ്റ്സ് വേവ് വെക്റ്റർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേവ് വെക്റ്റർ കെ സ്ക്വയർ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതായിരുന്നു, 4π സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടേമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കെ സ്ക്വയർ, ഈ കെയും കൈനറ്റിക് എനർജീൻ്റെ കെയും മാറിപ്പോരുതേ. ഇതെന്താണ്, വേവ് വെക്റ്റർ ആണ് ഞാൻ എഴുതാൻ പോണത്. സോ എന്ത് വരും ഇവിടെ, സ്മോൾ കെ സ്ക്വയർ ദാറ്റ് ഇസ് വേവ് വെക്റ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ 2m വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കെ സ്ക്വയർ സ്മോൾ കെ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2m കെ ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം, എച്ച് ക്രോസ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ അവിടെ വെക്കുകയാണ് ഞാൻ. എന്ത് നമുക്ക് യൂസ് ഉണ്ട് കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത്. ആൻഡ് എനിക്കിവിടെ എന്ത് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എൻ്റെ ഒരു പാർട്ടിക്കിളാണ് ഞാൻ എടുക്കുന്നത്, ഒരു പാർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനും അതിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷനാണ് ഞാൻ ചെയ്യാൻ പോണത്. സോ ഈ പാർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് എന്തുണ്ടാവും, അതിന് ടോട്ടൽ എനർജി ഉണ്ടാവും അല്ലേ. സോ ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾ, ഞാനൊരു പേജ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം എന്താണ് ടോട്ടൽ എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ, ടോട്ടൽ എനർജി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ഇ ഈസ് ഈക്വൽ ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്, കൈനറ്റിക് എനർജി പ്ലസ് എന്നും കൂടെ ഉണ്ടാകും, ദർ ഇസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. സോ എന്ത് പറയാം, എനിക്ക് ഈ കെ പ്ലസ് കെ, പൊട്ടൻഷ്യൽ എനർജി കെ പ്ലസ് കൈനറ്റിക് എനർജി കെ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, വി ഓഫ് എക്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യില്ലേ, കെ പ്ലസ് വി ഓഫ് എക്സ് എഴുതാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കെ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, ഇ മൈനസ് വി ഓഫ് എക്സ് എഴുതാം അല്ലേ. സോ ഇ മൈനസ് വി ഓഫ് എക്സ് കിട്ടി, കെ ഈക്വൽ ടു, ആൻഡ് ഇവിടെ നോക്കിയേ ഓൾറെഡി നമുക്ക് കെ ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്, എച്ച് സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഒന്നും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് നോക്കി, ഈ സ്മോൾ കെ സ്ക്വയർ ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ, ഈ കേക്ക് വരെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇ മൈനസ് വി ഓഫ് എക്സ് എന്ന് എഴുതാൻ പോവാണ്. സോ എന്ത് വരും, എനിക്ക് സ്മോൾ കെ സ്ക്വയർ, അതായത് വേവ് വെക്ടറിൻ്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു
2m/h² e മൈനസ് വി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇത് ഇവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു. ഓക്കെ, അപ്പം ഇങ്ങനെ വരും നമുക്ക്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇത്രയും നേരം നമ്മൾ എനർജി ഒക്കെ വെച്ച് ചെയ്ത് എന്തിനാണെന്നറിയോ? നമുക്ക് നേരത്തെ വേവ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത സമയത്ത് d²ψ/dx² ചെയ്ത സമയത്ത് ദോ വാസ് എ k². എന്തുണ്ടായിരുന്നു? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? d²ψ/dx² എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ മൈനസ് k² എന്തായിരുന്നു ഇക്വേഷൻ നോക്കി നിങ്ങൾ? മൈനസ് k² ψ ഓഫ് എക്സ് ആയിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്? ψ ഓഫ് എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ k² പറയും, ഈ സ്മോൾ k² പകരം എനിക്ക് എങ്ങനെ എന്ത് ആഡ് ചെയ്യാം? ഇവിടെ മൈനസ് k² പകരം എനിക്കിവിടെ മൈനസ് 2m/h² e മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു എന്ത് വരും ഇവിടെ? ψ ഓഫ് എക്സ് വരും അല്ലേ? ψ ഓഫ് എക്സ് വരും. നമുക്ക് എന്ത് കിട്ടി? ആ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, നോക്കിയേ, നമുക്ക് ഒരു പരിചിതമായ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമുക്കിതിന് തോന്നുന്നുണ്ട്. നമുക്കതിന് ഒന്നുകൂടെ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ്? മൈനസ്, ഞാൻ എന്ത് ചെയ്യും? ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണേ. മൈനസ് h²/2m d²ψ/dx² ഈക്വൽ ടു എന്ത് ചെയ്യാണ്? ഞാൻ ഈ സൈനെ ഉള്ളോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഈ ψ ഓഫ് എക്സ് മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു ψ ഓഫ് എക്സ്. ഓക്കെ, ഒന്നുകൂടെ മെറ്ററാക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഞാൻ വി ഓഫ് എക്സിനെ കൂടി ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. എന്താണ് ഈ വരിക? മൈനസ് h²/2m d²ψ/dx² പ്ലസ് വി ഓഫ് എക്സ് ψ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ψ ഓഫ് എക്സ് വരും. ഓക്കെ, ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ ഫോർ ഷ്രോഡിംഗർ. ഓക്കെ, എന്താണ്? ദിസ് ഈസ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇക്വേഷൻ കേട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഫോർ 1 ഡയമെൻഷൻ. ഓക്കെ, ഈ എക്സിന് പോലെ എന്താവുക? XYZ കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ സ്പെറിക്കൽ ഉണ്ടാവും, പോളാർ ഉണ്ടാവും. അതൊക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഈ d², അതായത് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഈ ടേമൊക്കെ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടാവും. ബട്ട് ഒരു 1 ഡയമെൻഷണൽ, ഞാൻ ഒതും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 1 ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ വിചാരിച്ചു നമ്മളിപ്പോൾ ചെയ്ത എന്തിലാണ്? ടൈം ഇൻഡിപെൻഡൻറ്റാണ്. ടൈം ഡിപ്പെൻഡൻ്റ് ആവുന്ന സമയത്തോ എന്തിലാണ് വ്യത്യാസം ഉണ്ടാവുക? നമ്മുടെ വേവ് ഫംഗ്ഷനാണ് അല്ലേ ഡിഫറെൻ്റ് ആവുക. സോ ടൈം ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? ടൈം ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ വേവ് ഫംഗ്ഷൻ എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ ജനറലി ψ ഓഫ് എക്സിന് പകരം ഇവിടെ എന്ത് വേണം? ψ ഓഫ് എക്സ് ടി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ψ ഓഫ് എക്സ് ടി ഈക്വൽ ടു ψ ഓഫ് എക്സ് ഇൻറ്റു, ശ്രദ്ധിക്കുക, ψ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ψ ഓഫ് എക്സ് ഇൻറ്റു എന്താ വരിക? e റേസ് ടു മൈനസ് i ഒമേഗ ടി വരും. ദിസ് ഈസ് ദ ടൈം ഡിപ്പെൻഡൻസ്. ഓക്കെ, ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് e റേസ് ടു മൈനസ് i ഒമേഗ ടി. ഓക്കെ, ആൻഡ് ഇതിൽ ഒമേഗ എന്താ വരിക? വേർ ഒമേഗ ഈക്വൽ ടു എന്താണ്? e/h× എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡൻസ്. നമ്മൾ ഇങ്ങനെയാണ് എഴുതാറ്. ആൻഡ് ഇതിലും കുറച്ചുകൂടെ ജനറലായിട്ട് നമ്മുടെ ഇക്വേഷനെ എഴുതാൻ പറ്റുന്ന വേറൊരു രീതിയും കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മളിതിനെ എഴുതാറുണ്ട്. അതും കൂടി എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. സോ നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്?
മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. ഞാൻ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഞാൻ പറയും കുറച്ചുകൂടി ഒന്ന് മാറ്റി ചെയ്താണ് ഞാൻ ഇവിടത്തിനെ. ഞാൻ ഇതിൽ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m എടുത്ത് കഴിഞ്ഞിട്ട് ഈ രണ്ടിനെ സൈഡ് ഡിപ്പെൻഡൻസ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ്. അപ്പോൾ സൈഡ് ഡിപ്പെൻഡൻസിന് ഞാൻ എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ സൈനെ പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ്. സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഈ സൈ ഓഫ് എക്സ് എഴുതാം അല്ലേ. അത് നിങ്ങൾ നോക്കി, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ടേം, ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ. ഓക്കെ, എന്താണ് ഇതിന് എനിക്ക് എന്ത് ചെയ്യാം, എച്ച് ക്യാപ്പ്, ഓക്കെ, എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞതിന് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് എച്ച് ക്യാപ്പ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാം, എനിക്ക് ഈ സൈ ഓഫ് എക്സ് എന്നും കൂടി എഴുതാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് എന്താണ്, ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ എന്താ, ശരിക്കും എനർജീൻ്റെ എന്താണ് ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ എന്ന് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ അത്ര ഡീപ്പായിട്ട് ആലോചിക്കണമെന്നില്ല. എന്ത് ചെയ്യുക, എച്ച് ഐ ഈക്വൽ ടു ഇ സൈ. നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് അങ്ങനെ എഴുതാറുണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഇതിന് നമ്മൾ എന്താ പറയാറ്, ഐഗൺ വാല്യൂ ഇക്വേഷൻ പറയാം. നമ്മൾ മെട്രിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐഗൺ വാല്യൂ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളെങ്ങനെയായിരുന്നു എഴുതാറ്, മെട്രിക്സ് പഠിക്കുന്ന സമയത്ത് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയാറുണ്ട് അല്ലേ. എക്സ് എന്താണ്, നമ്മൾ എന്തിൻ്റെ മേലെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതാണ് എക്സ്. അപ്പോൾ എ വെച്ചിട്ട് നമ്മൾ എക്സിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്ത് കഴിക്കാൻ നമുക്ക് എന്ത് കിട്ടും, ലാംഡ കിട്ടും. ഓക്കെ, ആ സെയിം കാര്യം തന്നെയാണ്. ഈ സൈ ഓഫ് എക്സിനെ നമ്മൾ എച്ച് ഓപ്പറേറ്റർ, അതായത് നമ്മുടെ എനർജി ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിക്കാൻ നമുക്ക് എന്ത് കിട്ടും, ആൻസറായിട്ട് നമ്മുടെ എനർജി കിട്ടും. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കണം കേട്ടോ. ഓക്കെ, ആൻഡ് ഇ ഈസ് കോൾഡ്, ഇ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് പറയാം, അപ്പോൾ ഈസ് ദ എനർജി ഐഗൺ വാല്യൂ. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി, എനർജി ഐഗൺ വാല്യൂ. ഇനിയിപ്പോൾ എനർജി ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ കേസ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കേസ് എന്താണ്, ടണലിംഗ്. ഓക്കെ, എന്താണ് ടണലിംഗ് ആണ് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡീൽ ചെയ്യാനുള്ളത്. ടണലിംഗ് പറയുന്ന സമയത്തെ ഇതിന് മുന്നേ കുറച്ചധികം ഫിനോമിനാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ അതൊന്നും എന്തല്ല, നമുക്കങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടില്ല, അതുകൊണ്ടാണ് ടണലിംഗ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. ടണലിംഗ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഇറ്റ്സ് എൻ എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ടണലിങ്ങിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് പാർട്ട് എയിൽ. ഓക്കെ, അതിലൊന്നാണ് നമ്മുടെ അമോണിയ ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ടണലിംഗ് കുറേ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ക്ലാസിക്കലി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മുന്നിലൊരു വലിയ മതിലുണ്ട് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്ത് വിചാരിച്ചോ, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ മുന്നിലുള്ള മതിലിന് എന്ത് ചെയ്യുക, ഇത്ര ഹൈറ്റുള്ളൊരു മതിലുണ്ട് എൻ്റെ മുന്നിൽ, ചെറിയൊരു മതിൽ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, എനിക്ക് എന്ത് എനർജി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വിചാരിച്ചോ എൻ്റെ മുന്നിലുള്ള മതിൽ എന്ന് വെച്ചാൽ എന്താണ്, വളരെ ഹൈറ്റുള്ള മതിലാണ്, വളരെ ഹൈറ്റുള്ള, അതായത് ഇത്ര ഹൈറ്റല്ല, വളരെ ഹൈറ്റുള്ള ഒരു ഇൻഫൈനൈറ്റ് ഹൈറ്റുള്ള എന്താണ് ഒരു മതിൽ എൻ്റെ മുന്നിലുള്ള വിചാരിച്ചോ. എനിക്ക് എന്തില്ല, അത് ചാടിക്കടക്കാൻ മാത്രമുള്ള എനർജി എനിക്കുണ്ടോ, ഇല്ല. ക്ലാസിക്കലി ആണ് ഞാൻ പറയണത്, ആ ചാടിക്കടക്കാനുള്ള എനർജി എനിക്കില്ല. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇവിടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ പോസിബിലിറ്റി, ആ മതിലിൻ്റെ ഇപ്പുറം ഞാൻ നിൽക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാടി എപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ സിറ്റുവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രകാരം ഇതാണ് സിറ്റുവേഷൻ നമ്മുടെ. ഇനി വിചാരിച്ചോ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിനെ ഡീൽ ചെയ്യണത് വിചാരിച്ചോ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കലി ഡീൽ ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നിലൊരു വലിയ മതിലുണ്ടെങ്കിലും നമ്മുടെ ആൾക്ക് ആ ചാടിക്കടക്കാട് ഇനഫ് എനർജി ഇല്ലെങ്കിലും നമ്മുടെ ആൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മതിൽ ടണൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്തേക്ക് എത്താൻ പറ്റും. ഓക്കെ, അതായത് വി ഹാവ് എ പാർട്ടിക്കിൾ, ഇപ്പോൾ ഇലക്ട്രോണാ വിചാരിച്ചോ, ഇലക്ട്രോണിന് നമ്മുടെ മുന്നിലുള്ള പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഹൈറ്റാണ് വിചാരിച്ചോ. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയാറ്, ഇവിടെ എന്തുണ്ട്, ഇലക്ട്രോൺ പാർട്ടിക്കിൾ ഉണ്ട് വിചാരിച്ചോ, യു ഹാവ് എ പൊട്ടൻഷ്യൽ ഹിയർ. ഓക്കെ, പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. നമ്മുടെ പാർട്ടിക്കിളിന് ഈ പൊട്ടൻഷ്യൽ ഹൈറ്റുള്ള ഈ പൊട്ടൻഷ്യൽ ചാടിക്കടക്കാനുള്ള എനർജി ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഈ മതിൽ ടണൽ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ എത്താനുള്ള പ്രോബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്താൻ ചാൻസ് ഉണ്ട്. അതാണ് ടണലിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റിലൂടെ നമ്മൾ പറയണത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും ചോദിക്കുന്നു. ക്ലാസിക്കലിൽ എന്തില്ല, നമ്മൾ ക്ലാസിക്കലി ആണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോസിബിലിറ്റി ഇല്ല, എനർജി ഇല്ലെങ്കിൽ അപ്പുറം എത്താൻ പറ്റില്ല. ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി എന്തുണ്ട്, ഇനഫ് എനർജി ഇല്ലെങ്കിലും ചാടിക്കടക്കാന്നുള്ള പോസിബിലിറ്റി മാത്രമല്ല, ടണലിംഗ് എന്ന് പറയുന്ന പോസിബിലിറ്റിയും കൂടി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ടണലിംഗ് എന്ന് പറയുന്നത്. ആ ടണലിംഗ് റിലേറ്റഡ് വന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. എന്താണ് ടണലിംഗ് ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെ തിയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എസ് ആയിട്ട് 2024, അതായത് നമ്മുടെ തൊട്ട് മുന്നത്തെ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ എന്താണ്, ഒരു പാർട്ട് എയിൽ ടണലിങ്ങിൻ്റെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് പറയുന്ന ആളാണ് നമ്മുടെ അമോണിയ ഇൻവേർഷൻ. അതും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്താണ് ടണലിംഗ് എഫക്റ്റ്, എന്താണ്, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ടണലിംഗ് എന്താ നോക്കാം. ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ടണലിംഗ് എന്താണ്, ഇറ്റ്സ് എ ഫിനോമിനൻ വെർ എ പാർട്ടിക്കിൾ പാസസ് ത്രൂ എ പൊട്ടൻഷ്യൽ ബാരിയർ ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇനഫ് എനർജി ടു ഓവർകം. ഓക്കെ, അതിന് നമുക്ക് ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കിയോ. ഞാനിതിനെ ഈ ഒരു ടണലിംഗ് എന്ന് പറയുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടൻഷ്യൽ ബാരിയർ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മുടെ പാർട്ടിക്കിൾ എവിടെ നിൽക്കുകയാണ്, ഈ സൈഡിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ റീജിയനെ ഞാൻ റീജിയൻ 1 എന്ന് വിളിക്കുകയാണ്. ദിസ് ഈസ് അവർ റീജിയൻ 1. ഓക്കെ, ഇത് റീജിയൻ 1 ആണ്. ആൻഡ് ദിസ് ഈസ് അവർ റീജിയൻ 2. റീജിയൻ 2 എവിടെയാണ്, അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലാണ്, ആ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഉള്ളിലാണ് റീജിയൻ 2. ആൻഡ് ഹിയർ വി ഹാവ് റീജിയൻ 3. 3 റീജിയനായി. അത് എന്ത് ചെയ്യും, നമ്മുടെ പാർട്ടിക്കിൾ വരികയാണ് അല്ലേ, പാർട്ടിക്കിൾ വരികയാണ്. പാർട്ടിക്കിൾ അസോസിയേറ്റുള്ള വേവാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വേവ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എന്താ പറയുക, ദിസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് വേവ്. ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ് വേവ്. ഓക്കെ, ആൻഡ് റീജിയൻ 1 നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻസിഡൻറ്റ് വേവ് ഉണ്ടാവാറുണ്ട്. നോക്കി, ഈ പൊട്ടൻഷ്യൽ ബാരിയർ ആണല്ലോ, ഒരു വേവ് എന്താ ചെയ്യുക, നമ്മൾ വേവ് മുന്നോട്ട് പോകും, ഒരു ബാരിയർ കാണുകയാണെങ്കിൽ, ഒരു തടസ്സം കാണുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും അല്ലേ. ഓക്കെ, എന്ത് ചെയ്യാം, ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, തിരിച്ചു വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്തുണ്ടാവും, ഇവിടെ മൂന്നാമത്തെ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ട്രാൻസ്മിറ്റഡ്. ഇവിടെ റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവുമോ, എന്താണ്, ദിസ് ഈസ് അവർ റിഫ്ലക്റ്റഡ് വേവ്. ആൻഡ് ഹിയർ വി ഹാവ് എ ട്രാൻസ്മിറ്റഡ്. ഇപ്പോൾ റീജിയൻ 3 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ വോണ്ട് ബി എനി റിഫ്ലക്റ്റഡ് വേവ്. കാരണം എന്താണ്, റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ ഒരു ബാരിയർ വേണം അല്ലേ. ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയാൽ പിന്നെ എന്തില്ല, റിഫ്ലക്റ്റ് ചെയ്യാൻ അവിടെ ബാരിയറും കാര്യങ്ങളൊന്നുമില്ല. സോ റീജിയൻ 3 ട്രാൻസ്മിറ്റഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നടക്കുന്ന കാര്യം. റീജിയൻ 1 എന്ത് ചെയ്യാണ്, ഇൻസിഡൻറ്റ് വേവ് ഇങ്ങനെ പോവുകയാണ്. റീജിയൻ 2 എന്ത് ചെയ്യും, ടണൽ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ബാരിയർ തന്നെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചേക്ക് പോകും. ഓക്കെ, നമുക്ക് ഈ ടണലിംഗ് എഫക്റ്റിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മൾ EM തിയറി പഠിക്കുന്ന സമയത്തെ ബാരിയറിൽ EM വേവ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അത് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, നമ്മൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, എത്രത്തോളം വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ സെയിം കാര്യമാണ് നമുക്കിവിടെ അറിയേണ്ടത്. കാരണം ടണൽ എഫക്റ്റ് വഴി എത്രത്തോളം ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് നമുക്കറിയണം അല്ലേ. ഓക്കെ, അപ്പം അതിനുള്ള പ്രൊസീജിയേഴ്സാണ്, ഡെറിവേഷൻസ് ആണ് നമ്മളതിന് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ ഒരു റീജിയൻ, ഓക്കെ, ദിസ് ഈസ് എക്സ് ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുക്കുകയാണ്, ദിസ് ഈസ് എക്സ് ഈക്വൽ ടു L എന്ന് എടുക്കുകയാണ് കേട്ടോ. അതാണ് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വിഡ്ത്ത്. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വിഡ്ത്ത് ഇതാണ്. ആൻഡ് നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്, V പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ് കേട്ടോ. ദർ ഈസ് V പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് എന്താണ്, ഇറ്റ് ഈസ് V. ഓക്കെ, നമുക്ക് എന്ത് 2 കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താണ്, നമ്മുടെ എനർജി എന്ന് പറയണത് ലെസ് ദാൻ V ആവുന്ന സമയത്തും എനർജി ഈസ് ഗ്രേറ്റർ ദാൻ V ആവുന്ന സമയത്തും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ
പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ 3 റീജിയൻ റിലേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നുണ്ടാവുക. സോ ഫസ്റ്റ് റീജിയൻ ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് റീജിയൻ്റെ കേസിൽ ഓക്കെ, തുടക്കത്തിൽ ഞാൻ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ ടണൽ എഫക്റ്റ് ആണല്ലോ നമ്മൾ ഡീൽ ചെയ്യണത്. സോ എന്തായിരിക്കും, ടണൽ എഫക്റ്റ് എടുക്കുന്ന സമയത്ത് എനർജി എന്തായിരിക്കും, എനർജി വിൽ ബി ലെസ് ദാൻ വി. ഇതാണ് കേട്ടോ നമ്മുടെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്, എനർജി ലെസ് ദാൻ വി ആണ്. അപ്പോൾ എനർജി ലെസ് ദാൻ വി ആകുന്ന സമയത്ത് നമ്മൾ 3 റീജിയനിലുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോണത്. മെയിനായിട്ട് നമ്മൾ 3 റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ എഴുതും കേട്ടോ. വേവ് ഫംഗ്ഷനും അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്കതിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷനും. ഓക്കെ, ഫസ്റ്റ് റീജിയൻ ഞാൻ എന്തെടുക്കാം, ഫസ്റ്റ് റീജിയൻ്റെ കേസിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എന്തായിക്കോ, ഫസ്റ്റ് റീജിയൻ നോക്കി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്, അതായത് -∞ to 0 അതുവരെയുള്ള സ്ഥലത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഇറ്റ് വിൽ ബി 0 അല്ലേ. സോ ഹിയർ എന്താണ്, v = 0 ആയിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്, -∞ <x < 0. ഓക്കെ, ഇപ്പം എന്താണ് സെക്കൻഡ് റീജിയൻ ആണെങ്കിലോ, ഇഫ് വി ഹാവ് സെക്കൻഡ് റീജിയൻ, ഈ സെക്കൻഡ് റീജിയനെ സംബന്ധിച്ചോളം v എന്താണോ, v വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഹൈറ്റ് അല്ലേ. റീജിയൻ 2 എന്താണ്, ദർ ഈസ് പൊട്ടൻഷ്യൽ ബാരിയർ, v ഹൈറ്റ് ഉണ്ട്. സോ v വിൽ ബി ഈക്വൽ ടു v എന്ന് എഴുതാം എനിക്ക്. ആൻഡ് ഇവിടുത്തെ ആ പൊസിഷൻ്റെ എന്താണ്, പൊസിഷൻ എന്നെങ്ങനെയായിരിക്കും ഉണ്ടാവുക, x വിൽ ബി 0 < x < L വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ റീജിയൻ എടുത്തു കഴിഞ്ഞാലോ, മൂന്നാമത്തെ റീജിയൻ്റെ കേസിൽ നമുക്ക് വരും എന്താണ്, പൊട്ടൻഷ്യൽ അവിടെ എന്തുണ്ടാവില്ല, അവിടെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 0. സോ തേർഡ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ, തേർഡ് റീജിയൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു 0 അല്ലേ, പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ആൻഡ് അവിടുത്തെ എന്താ വരിക, ആ ഒരു പൊസിഷൻ എങ്ങനെയാണ് വരിക, L < x < ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 3 റീജിയനിലുള്ള പൊട്ടൻഷ്യൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 3 റീജിയനിലെ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതണം അല്ലേ. ഷ്രോഡിംഗർ ഇക്വേഷൻ എങ്ങനെയാണ്, ഞാൻ ഫസ്റ്റ് റീജിയൻ 1ൻ്റെ കേസിൽ എങ്ങനെ എഴുതാം എനിക്ക്, റീജിയൻ 1ൻ്റെ കേസിൽ d², ഞാൻ ψ1 ഒന്നും എഴുതുന്നില്ല, ψ1 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ ഫോർ സിംപ്ലിസിറ്റി, d²ψ1/dx² പ്ലസ് നമ്മുടെ ഇക്വേഷൻ പ്രകാരം 2m E/h², ആണ് അല്ലേ. ഞാൻ ആ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതാം. ഞാൻ ആദ്യം ജനറൽ ഷ്രോഡിംഗർ ഇക്വേഷൻ ഒന്ന് ഇവിടെ എഴുതി വെക്കാം. എന്താണ്, d²ψ/dx² പ്ലസ് 2m/h² E- v ψ = 0. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ. നിങ്ങൾ നോക്കി, ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് റീജിയൻ എടുക്കുന്ന സമയത്ത് v = 0 ആണ്. v = 0 ആകുന്ന സമയത്ത് എന്തേ ഉണ്ടാവുള്ളൂ, ഇവിടെ v = 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ e മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ എനിക്ക് എന്ത് ചെയ്യാം, 2m/h² E ψ1. നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ സൈക്ക് സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, റീജിയൻ 1 ആകുന്ന സമയത്ത് നമ്മൾ ψ1 എന്നാണ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അത് നമ്മുടെ ഫസ്റ്റത്തെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ റീജിയൻ 1. ഈ റീജിയൻ 2 എടുക്കുകയാണെങ്കിലോ, റീജിയൻ 2ൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, d² ψ2 അല്ലേ, ψ2 / dx² എന്ത് വരും, E- v ആണ് അല്ലേ. E എന്താണ്, ഇറ്റ്സ് ലെസ് ദാൻ v. E എന്താണ്, E ലെസ് ദാൻ v ആണ്. ആൻഡ് ദർ ഈസ് v ഓൾസോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ കേസിൽ ഞാൻ ചെയ്യണത്, നമ്മൾ ആ പെർട്ടിക്കുലർ ടേമിന്, അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ടാമത്തേൽ വരുന്ന E- v അല്ലെങ്കിൽ v - e ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല, ആ പെർട്ടിക്കുലർ ടേമിനെ നമ്മൾ എന്താ ചെയ്യണത്, പോസിറ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ ഇക്വേഷൻ, നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, നമ്മൾ മൈനസ് സൈനെ പുറത്തേക്ക് എടുത്ത് വെക്കണം. അത്രയും കാര്യം ആലോചിച്ചാൽ മതി. എനിക്ക് എന്താ വരിക, 2m/h² v - e ψ2 = 0. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടാവാം, കാരണം എല്ലാ കേസിലും നമ്മൾ പ്ലസ് എഴുതുന്നത്, ഈ സെക്കൻഡ് കേസിൽ മാത്രം എന്താ മൈനസ് എഴുതിയ ഡൗട്ട് ഉണ്ടാവും. കാരണം എന്താണ്, E എന്ന് പറയുന്നത് എന്താ, ദിസ് ഈസ് ലെസ് ദാൻ v. സോ എന്ത് ചെയ്യുകയാണ് ഞാൻ, ഈ ഒരു പെർട്ടിക്കുലർ ടേം ഒന്നും ആ മൈനസിനെടുത്ത് പുറത്തേക്ക് ഇടാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റീജിയനിലെ വരിക. ഇനി റീജിയൻ 3 എടുത്തു കഴിഞ്ഞാലോ, റീജിയൻ
3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഡി സ്ക്വയർ സൈ 3 ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്ത് വരും, ലാസ്റ്റ് റീജിയണിൽ എന്ത് തന്നെയാണ്, വി 0 ആണ് അല്ലേ, 2mb ബൈ എച്ച് ക്രോസ് സ്ക്വയർ സൈ 3 ഈക്വൽ ടു 0. ഓക്കെ, അത് നിങ്ങൾ നോക്കിയതിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണ കാര്യം, നമ്മുടെ 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, k1 സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. സോ എന്താണ്, പുട്ട് 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഈക്വൽ ടു k1 സ്ക്വയർ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, നമ്മുടെ ഈ ടേം ഉണ്ടല്ലോ, ഏതാണ് നമ്മുടെ 2m ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയർ വി മൈനസ് ഇ. ശ്രദ്ധിക്കണേ, ഇ മൈനസ് വി അല്ല, വി മൈനസ് വി നമ്മൾ എടുത്തിട്ടുള്ളത്, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു കെ സ്ക്വയർ. ജനറലി കെ സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള 3 ഇക്വേഷൻ എങ്ങനെ മാറും, ഓരോന്ന് ഞാൻ 1 2 3 എന്ന് കൊടുക്കുകയാണ്. ഈ 3 ഇക്വേഷൻ എങ്ങനെ മാറും ഇടും, ഡി സ്ക്വയർ സൈ 1 ബൈ ഡി സ്ക്വയർ, ഫസ്റ്റ് ഇക്വേഷൻ വിൽ ബി ചേഞ്ച് ടു ഡി സ്ക്വയർ സൈ 1 ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് k1 സ്ക്വയർ സൈ 1 ഈക്വൽ ടു 0. ഇത് ഞാൻ 4 എന്ന് കൊടുക്കുകയാണ്. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും, ഡി സ്ക്വയർ സൈ 2 ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ സൈ 2 ഈക്വൽ ടു എന്ത് വരും, 0 വരും. ആൻഡ് നെക്സ്റ്റ് ഒരു പേജ് കൂടെ ആഡ് ചെയ്യാം, വളരെ കുറച്ച് ഡെറിവേഷനേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ത് വരും, നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ, ഇതിന് ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, നെക്സ്റ്റ് ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ വിൽ ബി ദിസ് ഡി സ്ക്വയർ സൈ 3 ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ വിൽ ബി പ്ലസ് k1 സ്ക്വയർ സൈ 3 ഈക്വൽ ടു എന്താവിടെ വരിക, വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, 4 5 6 പറഞ്ഞിട്ട് 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്താ ചെയ്യണത്, നമുക്ക് ഈ 3 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണ മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുക നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് വേവ് ഫംഗ്ഷൻസ് ഇതൊക്കെ ആയിരിക്കും. വേവ് ഫംഗ്ഷൻസ് വിൽ ബി psi 1 of x equal to a e raised to I k1x plus b e raised to minus I k1x. അതേപോലെ തന്നെ psi 2 of x. psi 2 of x will be equal to എന്താണ്, c e raised to kx. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് എന്തല്ല, ഇറ്റ് വോണ്ട് ബി എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കണം, കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ല. പ്ലസ് ഡി ഇ റേസ് ടു മൈനസ് കെ എക്സ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ കേസിലോ സൈ 3 of x വിൽ ബി ഈക്വൽ ടു എഫ് ഇ റേസ് ടു ഐ k1x പ്ലസ് ജി ഇ റേസ് ടു മൈനസ് ഐ k1x. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ തേർഡ് ഇക്വേഷൻ നോക്കിയേ, അല്ല നമ്മൾ മൊത്തത്തിൽ ഇക്വേഷൻ നോക്കിയേ, ദർ ഈസ് ഓൾവേസ് ഒരു പോസിറ്റീവ് ടേമും ഉണ്ട് നെഗറ്റീവ് ടേമും ഉണ്ട് അല്ലേ. നിങ്ങൾ നോക്കിയതിൽ എ ഇ റേസ് ടു ഐ k1x ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ഐ k1x ഉണ്ട്. ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് എക്സും ഉണ്ട്, ഒരു മൈനസ് എക്സും ഉണ്ട് അല്ലേ. ഈ പോസിറ്റീവ് എക്സ് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും, അങ്ങോട്ടേക്ക് ഇൻസിഡൻറ്റ് വേവിൻ്റെ കേസിൽ മൈനസ് എക്സ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എബൌട്ട് റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ദിസ് ഈസ് മൈനസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ പോസിറ്റീവ് എക്സ് ആണെങ്കിൽ അത് ഇംപ്ലൈ ചെയ്യുന്നത് ഇൻസിഡൻറ്റ് വേവിനെയും ഇൻസിഡൻറ്റ് ഓർ ട്രാൻസ്മിറ്റഡ് വേവിനെയും, ആൻഡ് മൈനസ് എക്സ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ആണെങ്കിൽ അത് ഇംപ്ലൈ ചെയ്യണത് എന്താണ്, റിഫ്ലക്റ്റഡ് വേവിൻ്റെ കേസുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 വേവ് ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നൊരു കാര്യം, മൂന്നാമത്തെ റീജിയണിൽ, ഓക്കെ, ഇൻ ദ തേർഡ് റീജിയൻ ദർ വോണ്ട് ബി എനി റിഫ്ലക്റ്റഡ് വേവ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തില്ല, അവിടെ പോയി തട്ടി തിരിച്ചു കയറാൻ ബാരിയേഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ മൂന്നാമത്തെ റീജിയണിൽ എന്തുണ്ടാവില്ല, ദർ വോണ്ട് ബി എനി റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, അപ്പം അങ്ങനെയാകുന്ന സമയത്ത്
ഈ കേസിൽ എന്തായിരിക്കണോ ഈ കോഎഫിഷ്യൻറ്റ് നമുക്ക് എന്ത് പറയാം, ഒരു റിഫ്ലക്റ്റഡ് വേവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് G = 0 എന്ന് പറയാം അല്ലേ. സോ അങ്ങനെയാണ് സമയത്ത് നമ്മുടെ ഈ വേവ് ഫംഗ്ഷൻ എങ്ങനെ മാറും, F(e⁻ik1x) എന്ന് മാത്രമായിട്ട് വരും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഇത് 1 അല്ല, എന്താണ് 7, 8 ആൻഡ് ദിസ് വിൽ ബി 9. ഓക്കെ, psi3(x)ൻ്റെ ഇക്വേഷൻ ഇതാണ് കേട്ടോ വരിക. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് കാണേണ്ടത്, നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും അതേപോലെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് കാണണം. ഓക്കെ, എത്രത്തോളം വേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, എത്രത്തോളം വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ എടുക്കണം, റിഫ്ലക്റ്റഡ് എന്താണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം, അതായത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ എങ്ങനെയായിരുന്നു ഇവിടെ എഴുതാറ്, ഞാൻ അതിനെ ആർന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എന്താ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ എത്രത്തോളം ബീം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ദ ഇൻസിഡൻറ്റ് ബീമിൻ്റെ ടോട്ടൽ ഇൻറ്റൻസിറ്റി. അതാണല്ലോ നമ്മൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുക. അതായത് ഇൻസിഡൻറ്റ് ബീമിൻ്റെ എത്രത്തോളം ലൈറ്റ് എത്രത്തോളം വേവ് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, this will be equal to reflected beam intensity divided by incident beam intensity. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരിക. ആൻഡ് ഇതിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഇൻറ്റൻസിറ്റി നമ്മൾ എന്തിന് പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വി നോ ദാറ്റ് ഇൻറ്റൻസിറ്റി I ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് എന്തുണ്ട്, വേവ്സ് ഉണ്ട് അല്ലേ, ഓരോ വേവ്സ് ഉണ്ട്. അപ്പോൾ ഓരോ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ കേസിൽ എന്താണ് വരിക, റിഫ്ലക്റ്റഡ് ബീം ഇൻറ്റൻസിറ്റി കാണാൻ നോക്കിയേ, റീജിയൻ 1ലാണ് നമ്മൾ റിഫ്ലക്റ്റഡ് ബീം പറഞ്ഞിട്ടുള്ളത്. സോ എന്തായിരിക്കും അവിടെ റിഫ്ലക്റ്റഡ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് B*B. ഓക്കെ, ഈ ടേമല്ലേ റിഫ്ലക്റ്റഡ് വേവ് എന്ന് പറയണത്, B*B ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം, നമുക്ക് A*A എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മോഡുലസ് ഓഫ് B² ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് A². സോ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് ബീം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ്. ഞാൻ വളരെ ചുരുങ്ങിയ സ്റ്റെപ്പിലാണ് കേട്ടോ എഴുതുന്നത്. ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് അത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, T വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സെയിം ഇതേപോലത്തെ എന്താണ് ട്രാൻസ്മിറ്റഡ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ഡിവൈഡ് ബൈ എന്താണ് ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് വരിക. എന്താണ് ട്രാൻസ്മിറ്റഡ് ബീം ഇൻറ്റൻസിറ്റി ഡിവൈഡ് ബൈ ഇൻസിഡൻറ്റ് ബീം ഇൻറ്റൻസിറ്റി. ഓക്കെ, ഈ കേസിൽ എങ്ങനെ ഇക്വേഷൻ വരിക, ഓക്കെ, ട്രാൻസ്മിറ്റഡ് വേവ് എവിടെയുള്ള തേർഡ് റീജിയണിൽ എന്താ വരിക, എഫിൻ്റെ സ്ക്വയർ അല്ലേ. ഓക്കെ, F² ഡിവൈഡ് ബൈ എന്ത് വരും, ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് A² വരും. സോ എന്ത് എഴുതാം, F*F ഡിവൈഡ് ബൈ A*, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, F² മോഡുലസ് ഓഫ് A² ഡിവൈഡ് ബൈ എന്താണ് മോഡുലസ് ഓഫ് A². ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണ്, R+T എന്താണ്, ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. ഓക്കെ, then എന്തുണ്ട്, അതായത് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട് അല്ലേ, അതായത് ടണൽ ചെയ്ത് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. സോ ട്രാൻസ്മിഷൻ്റെ കേസിൽ നമ്മൾ ആ ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടി T എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനും കൂടി ഞാൻ ആഡ് ചെയ്യാം, ഒരു പേജ് കൂടി ആഡ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എന്താണ് ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി T. ട്രാൻസ്മിഷൻ T. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, Ψ1നും Ψ2നും Ψ3നും ഒക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി T എന്ന് പറയുന്നത് കിട്ടുന്നതായിരിക്കും. എന്താണ്, ഇറ്റ് വിൽ ബി
അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് പറയാൻ പറ്റുള്ളൂ ഇ റേസ് ടു മൈനസ് 2k എൽ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ കെ എന്താണ്? കെ വിൽ ബി റൂട്ട് ഓഫ് 2m v മൈനസ് ഇ ഡിവൈഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയർ. ഓക്കെ, നോക്കി ഇത് എവിടുത്തെ കെ ആണ്? നമ്മുടെ റീജിയൻ 2ലുള്ള കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ടണലിംഗ് റിലേറ്റഡ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. ആൻഡ് ടണലിങ്ങിൽ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ടണലിങ്ങിൻ്റെ 3 ആപ്ലിക്കേഷൻസ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ആളാണ് നമ്മുടെ ആൽഫ ഡിക്കെ. ഓക്കെ, എന്താണ് ഒരു എക്സാമ്പിൾ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ പറയണില്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ നോക്കണം കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ആൽഫ ഡിക്കെ. ഓക്കെ, എന്താ ആൽഫ ഡിക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ആ ഹെവിയർ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഡീക്കേ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എത്തുകയാണ് അല്ലേ. ഓക്കെ, അപ്പം എന്താ ശരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എന്താണ്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന സമയത്ത് He2 അല്ലേ. He2 ആണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. നിങ്ങൾ നോക്കിയേ, ആ ഒരു വലിയ ഹെവി എലമെൻറ്റിനെക്കാട്ടും വളരെ കുറവ് എനർജി ആയിരിക്കും ആർക്ക് ഉണ്ടാവുള്ളൂ? He2 ഉണ്ടാവുള്ളൂ. സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൽഫ ഡീക്കേ ചെയ്തിട്ട് അത് ആൾ പുറത്തേക്ക് എത്തുന്നുണ്ട് അല്ലേ. അതായത് ഇതാണ് നമ്മുടെ ഹെവിയ എലമെൻറ്റ് വിചാരിച്ചു. എന്ത് ചെയ്യാണ്? ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. എന്ത് ചെയ്യാണ്? ഇത് പുറത്തേക്ക് എത്തുന്നുണ്ട്. ഇറ്റ് ഹാസ് സ്മോൾ എനർജി. ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? ഒരു ടണലിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റിലൂടെ ആയിരിക്കും നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് എത്തുന്നുണ്ടാവുക കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യുക? കാര്യം ഓർമ്മിച്ച് വെക്കുക. ആൽഫ ഡീക്കേ നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, ബട്ട് ഇക്കാര്യം മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് കാര്യം? ഇത്രയേ ഉള്ളൂ. ഹെവി എലമെൻറ്റിലാണ് ആൽഫ ഡിക്കെ നടക്കുന്നത്. ഹെവി എലമെൻറ്റിൽ നിന്ന് താരതമ്യേന എനർജി കുറവുള്ള നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രോട്ടോണൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. എന്ത് ചെയ്യണം? ടണൽ ചെയ്തിട്ട് ഇയാൾക്ക് പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ആ കാര്യം ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റത്തെ എക്സാമ്പിളാണ് ആൽഫ ഡിക്കെ. രണ്ടാമത്തത് നമ്മൾ പറയുന്ന ആൾ അമോണിയ ഇൻവേർഷൻ. എന്താണ് അമോണിയ ഇൻവേർഷൻ? അമോണിയ ഇൻവേർഷൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പുറം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ഇയറിൽ എന്താണ് അമോണിയ ഇൻവേർഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ എന്തും കൂടെ ചോദിക്കാൻ വേണമെങ്കിൽ ആൽഫ ഡിക്കെയും ചോദിക്കാം കേട്ടോ. അമോണിയ ഇൻവേർഷൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അമോണിയേൻ്റെ നമ്മുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു? NH3 അല്ലേ. ഓക്കെ, NH3 ആണ്. നോക്കിയേ, ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ്? ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. താഴത്തെ ഡോട്ടഡ് നിങ്ങൾ നോക്കണ്ട. എന്താണിത്? ഇങ്ങനെയാണ് നമ്മുടെ NH3 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ NH3 കിടക്കുന്ന സമയത്തെ നിലവിലുള്ള സ്ട്രക്ചർ അനുസരിച്ച് നമ്മുടെ എന്നിന് എന്താണ്? നമ്മുടെ നൈട്രജന് ഈ ഹൈഡ്രജൻ ആറ്റം ക്രിയേറ്റ് ചെയ്യണ ഈ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഇങ്ങനെയാണ് ഒരാളെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ 3 H ആറ്റംസ്. നൈട്രജൻ ഇങ്ങനെ മേലെ കിടക്കുകയാണ്. ഇതിന് എന്ത് ചെയ്യാം? മേലെയും പോസിബിളാണ്, ഇതിൻ്റെ പോർഷൻ താഴെയും പോസിബിളാണ്. ബട്ട് എന്ത് ചെയ്യണം? ഈ 3 H ആറ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്തിട്ട് വേണം താഴത്തേക്ക് എന്ത് ചെയ്യാൻ? അത് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോർമൽ സിറ്റുവേഷൻ നമ്മൾ എന്താ വിചാരിക്കുക? എന്നത് ആ പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റില്ല വിചാരിക്കും. ബട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ നോക്കിയ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നോക്കിയ സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അമോണിയ അല്ലെങ്കിൽ നൈട്രജൻ ആറ്റം ഒരു സെക്കൻഡിൽ ഒരു 10⁻10 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ജമ്പ് ചെയ്യല്ല ചെയ്യണത്. അവിടെ നടക്കുന്ന പ്രോസസ്സ് ടണലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ടണലിംഗ് ആണ് എന്ത് ചെയ്യണത്? അവിടെ നടക്കുന്ന പ്രോസസ്സ്. അതായത് ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ബാരിയർ ഈ നൈട്രജൻ ആറ്റം ടണൽ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തുകയാണ്. ആൻഡ് ഒരു സെക്കൻഡിൽ 10⁻10 ഓസിലേഷൻസ് 10⁻10 ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ ഇവിടെ പോസിബിളാണ്. ഓക്കെ, ഈ കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഞാൻ വളരെ എന്താണ് മേലെ കൂടെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് അമോണിയ ഇൻവേർഷനും ആൽഫ ഡിക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടണലിംഗ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ STM. ഓക്കെ, എന്താണ്? സ്കാനിങ് ആൻഡ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അതെന്താണ്? നമ്മുടെ മൂന്നാമത്തെ എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. STM ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രോബ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്?
നമ്മുടെ ഒരു സർഫസിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിന് ഉള്ളിലോട്ട് കടത്തി വിടുകയാണ്. ഓക്കെ, നമുക്ക് എന്തുണ്ടാവും, ഒരു പ്രോബ് ഉണ്ടാവും. ഓക്കെ, ഈ പ്രോബിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും, ഇലക്ട്രോൺ പ്രോബാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതെന്താണ്, ഒരു കണ്ടക്റ്റിംഗ് ടിപ്പായിരിക്കും. ഇവിടെ എന്തുണ്ട്, സർഫസ് ഉണ്ട്. വളരെ വേഗമായിട്ടാണ് ഞാൻ പറഞ്ഞു പോണത്. ഇവിടെ ഒരു ടിപ്പുണ്ട്. ആൻഡ് ഈ സർഫസിൻ്റെ ടിപ്പിൻ്റെ ഇടയിൽ എന്തായിരിക്കണം, ഇത് ഷുഡ് ബി എന്താണ്, ഒരു ചെറിയ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, ഒരു ചെറിയ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് വഴി എന്ത് ചെയ്യും, ഇതെന്താണ്, കണ്ടക്റ്റിംഗ് പ്രോബാണ്. എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ സർഫസിൻ്റെ ബാരിയർ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഉള്ളോട്ട് പോകും. ഉള്ളോട്ട് പോണ സമയത്ത് അതുള്ള കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ വേഗമായിട്ടാണ് ഞാൻ പറയണത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ ഷുഡ് ബി എ ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്റ്റൻസ്, ഈ പ്രോബ് അടുത്ത് കൊണ്ടുവച്ചപ്പോൾ ഒരു സർഫസിൻ്റെ അടുത്തേക്ക് സർഫസിനെ കൊണ്ടുവച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടക്ഷൻ അവിടെ പോസിബിൾ ആവുക. ഒരു കണ്ടക്റ്റിംഗ് പ്രോബ് ഉണ്ട്, ഒരു സർഫസ് ഉണ്ട്, എന്ത് ചെയ്യും, നോർമലായിട്ട് ആ സർഫസ് കണ്ടക്ട് ചെയ്യും. എന്നല്ല, നമുക്ക് ടണലിംഗ് അല്ല അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ബട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഡിസ്റ്റൻസിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ടണൽ ചെയ്യും. നമുക്ക് ടണലിംഗ് എഫക്റ്റാണ് അവിടെ വേണ്ടത്. ഓക്കെ, ഈ കാര്യം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ സ്കാനിങ് ആൻഡ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം നോക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയാനുള്ളത്, നമ്മുടെ ടണലിംഗ് എഫക്റ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഷ്രോഡിംഗർ ഇക്വേഷൻ വെച്ച് നമ്മൾ പറയുന്ന ഒരാളാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഓക്കെ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ്. ഇത് നോക്കി, നിങ്ങൾ ഈ പ്രോബ്ലം നോക്കി, 2022 2024 എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സോ നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. എന്താ ഈ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ അകത്ത് അകപ്പെട്ടു പോവുക. എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ പൊട്ടൻഷ്യൽ വെൽ. നമ്മുടെ അതായത് പൊട്ടൻഷ്യൽ ബാരിയർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ടണലിംഗ് എഫക്റ്റിൻ്റെ കേസിൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, ദർ ഷുഡ് ബി എ വെൽ. ഇങ്ങനെയൊരു വെല്ലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും, ദർ ബി എ പാർട്ടിക്കിൾ ഇൻ ദിസ് വെൽ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇൻ എ പൊട്ടൻഷ്യൽ വെൽ എന്നൊക്കെ പറയാറ്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടാണ് പ്രോബ്ലം ചോദിക്കുന്നത്. ആൻഡ് ഇത് ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ എന്താണ്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ കേസിൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഞാൻ നേരത്തെ തുടക്കത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ പാർട്ടിക്കിൾ ഞാൻ വേവ് ഫംഗ്ഷൻ എഴുതിയ സമയത്ത് വേവ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളായിട്ട് ഒരു പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇക്വേഷൻ എഴുതിയിട്ട് വേവ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വേവ് ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദ വേവ് ഫംഗ്ഷൻ ഇതാണ്. ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. എൻ്റെ വേവ് ഫംഗ്ഷൻ കേട്ടോ, psi ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക, റൂട്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വിഡ്ത്ത് L ആണെങ്കിൽ, അതായത് 0 to L ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, റൂട്ട് 2/L. റൂട്ട് 2/L. ചില കേസിൽ എന്ത് ചെയ്യാം, എല്ലിന് പകരം എ തരാം. ഓക്കെ, ആ എല്ലും എ അങ്ങനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇക്വേഷനൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. സൈൻ n pi x ബൈ എന്താണ് L. ഓക്കെ, വേവ് ഫംഗ്ഷൻ എവിടെയാണ് വാലിഡ് ആയിട്ടുള്ള, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു L. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, പഠിച്ചു വെക്കണേ. എപ്പോൾ ചോദിച്ചാലും ഓർമ്മ ഉണ്ടാവേണ്ട ഒരു ഇക്വേഷനാണിത്, വേവ് ഫംഗ്ഷൻ ഇക്വേഷനാണിത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, ഡിറ്റർമിൻ ദ ആവറേജ് വാല്യൂ ഓഫ് ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ 1-dimensional ബോക്സ് ഓഫ് ലെങ്ത്. എന്താണ്, പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ ആവറേജ് വാല്യൂ പൊസിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആവറേജ് എക്സ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം നോക്കിയേ. കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഓഫ് പൊസിഷൻ. കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിൾസ് trapped in the 1-dimensional ബോക്സ് ഓഫ് വിഡ്ത്ത് എ. നിങ്ങൾ നോക്കിയേ, നേരത്തെ
ബോക്സിൻ്റെ ലെങ്ത്ത് L ആയിരുന്നു, ഇവിടെ എന്താണ് A തന്നിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ രണ്ടിലും എന്ത് ചോദിച്ചിട്ടുണ്ട്, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഫസ്റ്റിൽ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷൻ, അത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷനും കാണാം, ദെൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വേവ് ഫംഗ്ഷൻ പഠിച്ചു വെക്കണം. നമുക്ക് അതിനെ ചെയ്യാൻ നോക്കാം. സോ psi n of x ഈക്വൽ ടു റൂട്ട് 2/L sin n pi x/L 0 ലെസ് ദാൻ x ലെസ് ദാൻ L. നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആണെങ്കിൽ നമ്മളതിനെ ഞാൻ പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ആൻഡ് ദാറ്റ് വിൽ ബി, നോർമലി നമ്മൾ -∞ ടു ഇൻഫിനിറ്റി അങ്ങനെ എഴുതാറ്. ബട്ട് ഹിയർ എന്താണ്, പാർട്ടിക്കുലറിൻ്റെ ബോക്സ് ആണ്, നമ്മൾ പെർട്ടിക്കുലർ വിഡ്ത്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ വിൽ ബി ഫ്രം 0 ടു L. എന്താ ഇതിൻ്റെ ഉള്ളിൽ വരിക, ശ്രദ്ധിക്കണം, എഴുതുന്നത് psi star of x psi of x dx. ഓക്കെ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി എന്താണ്, ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ അറിഞ്ഞാൽ മതി, സൈനിന് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്തും കോസിന് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്താ വരിക, ഇൻ്റഗ്രേഷൻ എന്താണ്, ഡിഫറൻസിയേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബാക്കി അറിയേണ്ടത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ കേസ് നോക്കി psi സ്റ്റാറും ഉണ്ട് psiയും ഉണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, വേവ് ഫംഗ്ഷൻ എന്താണ്, കോംപ്ലക്സ് അല്ല. സോ ഈ കേസിൽ ഈ വേവ് ഫംഗ്ഷൻ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്താൽ എന്തിനെ വരിക, അത് തന്നെയാണ് വരിക. സോ അങ്ങനെയാണ് സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0 ടു L psi സ്ക്വയർ ഓഫ് എക്സ് മോഡുലസ് psi ഓഫ് എക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എഴുതാം. ഇനി എന്ത് ചെയ്യാം, psi സ്ക്വയർ ഓഫ് എക്സ് കണ്ട എന്താണ് വരിക നോക്കിയേ, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ്റെ സ്ക്വയർ എന്താ വരിക, ഇൻ്റഗ്രൽ 0 ടു L റൂട്ട് 2/L സ്ക്വയർ ചെയ്താൽ 2/L വരും. ഇവിടെ എന്ത് വരും, സൈൻ സ്ക്വയർ n pi x/L വരും. ഓക്കെ, ആൻഡ് എന്താണ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ, ഇതാണ് വരിക. ആൻഡ് ഇത് നോക്കിയതിൽ 2/L കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം നമുക്ക്. സൈൻ സ്ക്വയർ n pi x/L ഉണ്ട് അല്ലേ, നമുക്ക് അതിനെങ്ങനെ ചെയ്യാൻ പറ്റുക, ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ചെയ്യാൻ പറ്റില്ല. ഈ സൈൻ സ്ക്വയർ n pi x/L പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ചുകൂടെ സിമ്പിളറായിട്ട് നമുക്ക് കാൽക്കുലേഷൻ സിമ്പിളർ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാൻ പോവാണ്. എന്താണ് സൈൻ, നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ കോസ് 2θ/2 നമ്മൾ എഴുതാറുണ്ട് അല്ലേ. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ് 1 മൈനസ് കോസ് 2θ/2 നമ്മൾ എഴുതാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. സൈൻ സ്ക്വയർ n pi x/L ഈക്വൽ ടു എനിക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക, 1 മൈനസ് കോസ് 2n pi x/L ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ കാര്യം നമ്മുടെ ഇക്വേഷനിലേക്ക് ഇൻ്റഗ്രലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് വരിക, എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു L, ഇവിടെ 2/L ഉണ്ട്, ഇവിടെ ഒരു /2 ഉണ്ട്, ഞാൻ എഴുതാം 2/L ഇൻറ്റു സൈൻ സ്ക്വയർ അല്ലല്ലോ, അതിനെ മാറ്റിയിട്ട് 1 മൈനസ് കോസ് 2n pi x/L എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 വരും, ഇൻറ്റു എന്ത് വരും എക്സ് ഡി എക്സ്. ഈ 2 ക്യാൻസൽ ആയിപ്പോൾ 1/L നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1/L ഇൻ്റഗ്രൽ 0 ടു L. നോക്കിയേ 1, ഇതിനെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ അങ്ങോട്ട് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, എക്സ് ഡി എക്സ് വരും, മൈനസ് ഇൻ്റഗ്രൽ 0 ടു L കോസ് 2n pi x/L വരും. ഇതിൻ്റെ കൂടെ ആരുണ്ടാവും, ഒരു എക്സ് കൂടെ ഉണ്ടാവും, എക്സ് ഡി എക്സ്. ഓക്കെ, ആ എക്സിനെ വിട്ടുപോരുതേ.
ഓക്കെ, ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എക്സ് ഡി എക്സ് എന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 വരും. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാം. ഈ സെക്കൻഡ് ആൾ എന്താ ചെയ്യുക, എക്സ് ഇൻറ്റു കോസ് 2n പൈ എക്സ് ബൈ എൽ ആണുള്ളത് അല്ലേ. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പല മെത്തേഡും ഉണ്ടാവും ചെയ്യാൻ. ഞാൻ പൊതുവേ ചെയ്യാറ്, നമുക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നുന്ന മെത്തേഡ് ഇതായതുകൊണ്ടാണ്. നമുക്ക് എക്സും ഉണ്ട്, കോസ് 2n പൈ എക്സ് ബൈ എല്ലും ഉണ്ട് അല്ലേ. നമുക്കിതിനെ ബോക്സ് റൂൾ എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം. ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതും. ഫസ്റ്റ് ഫംഗ്ഷൻ ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0. അതായത് ഫസ്റ്റ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 ആവുന്നവരെ എന്ത് ചെയ്യുക, അത് എഴുതുക. നെക്സ്റ്റ് എന്താ ഉള്ളത്, നമ്മൾ കോസ് 2n പൈ എക്സ് ബൈ എൽ അല്ലേ, അതിനെന്ത് ചെയ്യുക, താഴെ എഴുതി വെക്കുക കോസ് 2n പൈ എക്സ് ബൈ. നിങ്ങളെല്ലാവരും ചെയ്യുന്ന മെത്തേഡ് തന്നെയായിരിക്കും ഇത്. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ടേമിൻ്റെ ഇൻ്റഗ്രൽ കാണും. നമുക്ക് ഇൻ്റഗ്രൽ കാണുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, കോസിന് പകരം ഇവിടെ എന്ത് വരും, സൈൻ 2n പൈ എക്സ് ബൈ എൽ വരും. ഇൻറ്റു എന്ത് വരുമോ, ഇവിടെ ഇൻറ്റു എൽ ബൈ 2n പൈ വരും ഇൻ്റഗ്രേറ്റ് ചെയ്യണ സമയത്ത് കേട്ടോ. ദെൻ മൂന്നാമത്തെ ടേം ഇതിന് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഒന്നുകൂടെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ മൈനസ് കോസ് 2n പൈ എക്സ് ബൈ എൽ ഇൻറ്റു എന്ത് വരും, എൽ ബൈ 2n പൈ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, യു ഡി വി റൂളില്ലേ, ആ സെയിം കാര്യം തന്നെയാണ്, ഒന്നുകൂടെ കുറച്ചുകൂടെ സിമ്പിളറാക്കി ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് അത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടേമിൻ്റെ ഫസ്റ്റ് എന്താണ്, ഇത് ഇൻറ്റു ഇത് എന്താ, ദിസ് വിൽ ബി എ പ്ലസ് ടേം. ആൻഡ് രണ്ടാമത്തെ ടേം ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ദിൽ ബി എ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് എ മൈനസ്. ഓക്കെ, ജസ്റ്റ് ആ കാര്യം ഓർമ്മിച്ച് വെക്കുക. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് വരിക എന്നറിയോ, നമ്മുടെ ഈ കാര്യം അതായത് ഇൻറ്റഗ്രൽ 0 ടു എൽ എക്സ് കോസ് 2n പൈ എക്സ് ബൈ എല്ലാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വരും എങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതും. ഓക്കെ, എക്സ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. എക്സ് ഇൻറ്റു സൈൻ 2n പൈ എക്സ് ബൈ എൽ വരും ഇൻറ്റു എൽ ബൈ 2n പൈ. ഇപ്പോൾ എന്താണ് ഇവിടെ എന്താണ് മൈനസ് വരും അല്ലേ, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു മൈനസ് കൂടെ വരും. സോ എന്തായിപ്പോൾ ഇത് പ്ലസ് ആയിപ്പോൾ പ്ലസ് എൽ ബൈ 2n പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് 2n പൈ എക്സ് ബൈ എൽ വരും. ഓക്കെ, എന്ത് ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. 0 ടു എൽ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക കേട്ടോ. ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും അറിയോ, ഇറ്റ് വിൽ ബി 0. ഓക്കെ, എന്താണ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 0. അപ്പോൾ എന്തായി, ഈ നമ്മുടെ ഈ ഇക്വേഷനിൽ ഈ പെർട്ടിക്കുലർ ഇക്വേഷനിൽ സെക്കൻഡ് ടേം എന്തായിപ്പോയി, ദിസ് ടേം വിൽ ബി 0. ഓക്കെ, പിന്നെ ആരേ ഉള്ളൂ, ഫസ്റ്റ് ഇൻ്റഗ്രൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ദെൻ ഡെൽറ്റ എക്സ് ആവറേജ് ഓഫ് എക്സ് ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എൽ എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ സെക്കൻഡ് ടേം 0 ആയിപ്പോയതാണേ. ഇതിനെന്താ വരിക, എക്സ് സ്ക്വയർ ബൈ 2 1/L ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 0 ടു എൽ ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, എൽ സ്ക്വയർ ബൈ 2 എൽ വരും ആൻഡ് ദിസ് വിൽ ബി എൽ ബൈ 2. സോ എന്താണ് ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഇൻ എ ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് വിൽ ബി എൽ ബൈ 2. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരിക, നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുക. ദെൻ എന്തുണ്ട്, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മൊമെൻറ്റത്തിൻ്റെ കേസും കാണാം. മൊമെൻറ്റത്തിൻ്റെ കേസ് ഞാൻ ചെയ്യണില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. മൊമെൻറ്റത്തിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ആൻഡ് ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, സൈ സ്റ്റാർ ഡോ ബൈ മൈനസ് സൈ സ്റ്റാർ മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് സൈ ഓഫ് എക്സ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം. ഇതാട്ടോ നമ്മൾ ചെയ്യേണ്ടുന്ന എന്താണ്
സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ മൊമെൻറ്റം എക്സ്പെക്റ്റേഷൻ വാല്യൂ. ആൻഡ് ഇത് എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്ത് നോക്കുക, നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണേ. ആൻഡ് ചെയ്ത് കഴിയാൻ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 0 കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതും കൂടി ആലോചിച്ച് വെക്കുക. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് വിൽ ബി L/2 ആൻഡ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഫോർ മൊമെൻറ്റം ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് വിൽ ബി 0. ആൻഡ് അതെന്ന് പറയണതും എന്താണ്, 0 to L വിഡ്ത്തുള്ള എന്താണ് ബോക്സിനാണ് കേട്ടോ. ഇത് ആലോചിച്ച് വെക്കുക. മൊമെൻറ്റം കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണേ, നിർബന്ധമായിട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് കേട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മുടെ 0 പോയിൻ്റ് എനർജി. ഓക്കെ, എന്താണ് 0 പോയിൻ്റ് എനർജിയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. 0 പോയിൻ്റ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ടിക്കിൾ, ഓക്കെ, പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ നമ്മുടെ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഈക്വൽ ടു n² π² h² 2m a² ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഈ വാല്യൂ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണേ. ഇതാണ് നമ്മുടെ എനർജീൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്താണ് 0 പോയിൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ, നോർമലി 0 പോയിൻ്റ് എനർജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മിനിമൽ ലെവൽ ഓഫ് എനർജിയാണ് 0 പോയിൻ്റ് എനർജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കേസിലെ നമ്മുടെ മിനിമം n എന്താണ്, n വിൽ ബി 1 അല്ലേ. അപ്പോൾ n ഈക്വൾ ടു 1 കൊടുക്കുന്ന സമയത്ത് ഈൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക, ഈസ് ഈക്വൾ ടു π² h² ഡിവൈഡ് ബൈ 2m a² ആയിട്ട്. നിങ്ങൾ നോക്കി 0 പോയിൻ്റ് എനർജി എന്ന് പറയണത് ഈ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഈക്വൾ ടു 0 അല്ലേ. ഓക്കെ, നോർമലി സിറ്റുവേഷൻ നമ്മൾ 0 പോയിൻ്റ് എനർജി എന്ന് അങ്ങനൊരു ജനറലി ആ പേര് കൊടുക്കാൻ തന്നെ കാരണം ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് 0 പോയിൻ്റ് എനർജി എന്താണ്, 0 ആണ്. ബട്ട് ഹിയർ ഇൻ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ കേസിൽ 0 പോയിൻ്റ് എനർജി എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് 0. ആൻഡ് അത് എന്തുകൊണ്ടാണ് 0 പോയിൻ്റ് എനർജി 0 അല്ലാത്തതെന്ന് പറയണത്, ക്വാണ്ടം മെക്കാനിക്കലി സ്പീക്കിംഗ് നമ്മുടെ പാർട്ടിക്കിൾ എന്തല്ല, ഒരിക്കലും റെസ്റ്റിലാവില്ല. ക്ലാസിക്കലി നമുക്ക് എന്ത് പറയാം, നമ്മളൊരു ഒരു ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് റെസ്റ്റിലാന്ന് പറയാം. ഓക്കെ, ബട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ, ഇപ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയാം, എലമെൻ്ററി പാർട്ടിക്കിൾ നമുക്ക് ഒരിക്കലും റെസ്റ്റിലാന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തല്ല, പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് ഇൻ മോഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അത് എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ റിലേറ്റ് ചെയ്തും കൂടെ നമുക്ക് പറയാം. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, 0 പോയിൻ്റ് എനർജി എന്താണെന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം കേട്ടോ. എന്താണ്, ഇറ്റ് ഈസ് ദ മിനിമം എനർജി ഫോർ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ്. ആൻഡ് ഈ കേസിൽ 0 പോയിൻ്റ് എനർജി എന്തല്ല, ഇറ്റ് വോണ്ട് ബി 0. ഓക്കെ, ദർ വിൽ ബി certain value for that. ജസ്റ്റ് ആ കാര്യം ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഞാൻ പ്രോബ്ലംസിൻ്റെ കേസ് എന്ത് ചെയ്തിട്ടുള്ള നേരത്തെ ആഡ് ചെയ്യുന്നുള്ളൂ. പ്രോബ്ലംസ് വരുന്ന സെക്ഷൻസ് ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ, പിന്നെ എന്താണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ട്രാൻസിഷൻ ഒരു പ്രോബ്ലം വരാറുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ആൻഡ് പി. എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എക്സ് ആൻഡ് പി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ട്രാൻസിഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം, ഫൈനൽ വാല്യൂം പറഞ്ഞുതരാം. ബട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, എന്താണ് ഒരു 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലുണ്ട്, അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. അതിൽ ഒരു എനർജി ലെവലിൽ നിന്ന്, അതായത് 2 ലോവസ്റ്റ് എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടത്താനുള്ള എന്താണ് വേവ് ലെങ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താ ഇങ്ങനെ ആലോചിച്ചു, പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ എനർജി ലെവൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇത് E1 ആണ്, ഇത് E2 ആണ്. ഇവിടുന്ന് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസിഷൻ നടന്നിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യണം, ഒരു ഫോട്ടോൺ പോവുകയാണെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാണ്, ഫോട്ടോൺ പാർട്ടിക്കിൾ ട്രാൻസിഷൻ നടത്തുകയാണ്, ഫോട്ടോൺ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എന്താക്കുന്നത് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി, നമ്മൾ നോർമലി ഹൈഡ്രജൻ ആറ്റത്തിലൊക്കെ ചെയ്യാറില്ലേ, ബാമ് സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ കാണാറില്ല, അതേ മെത്തേഡ് തന്നെയാണ്. എന്ത് ചെയ്യുക, 2 എനർജി ലെവൽസും തമ്മിലുള്ള ഡിഫറൻസ് കാണുക, ആൻഡ് ആ എനർജി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയുള്ള വേവ് ലെങ്ത് കാണും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കേസിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, എനർജീൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. n² π² h² ബൈ എന്താണ് 2m a² ആണ്. നമുക്ക് കാണേണ്ടത് ഈ n ആണിത്. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, E2 മൈനസ് E1 ആണ് കാണേണ്ടത്. E2 മൈനസ് E1 കണ്ട എന്താ വരിക എന്നറിയോ, 3/2 എന്താണ് π² h² ബൈ m a² വരും കേട്ടോ. ഇത് എന്ത് ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. പൈക്ക് വാല്യൂ കൊടുക്കുക, h ക്രോസിന് വാല്യൂ കൊടുക്കുക, എമ്മിന് കൊടുക്കുക, എക്ക് വരെ എന്ത് കൊടുക്കുക, 1 ആംസ്റ്റം കൊടുക്കുക.
ഓക്കെ, ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ദിസ് വിൽ ബി ദ വാല്യൂ എന്താണ്? 1.807 × 10⁻17 ജൂൾ ആയിക്കോട്ടോ. ചെയ്ത് നോക്കണേ. ഇതായിരിക്കും കിട്ടുന്ന വാല്യൂ. ആൻഡ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കാണാം? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കാണാം. ന്യൂ ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? E/h ആണ്. ഈ എനർജി കിട്ടിയ എനർജി ഡിവൈഡ് ബൈ എച്ച് കാണുക. എച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തായി വരും എന്നറിയോ? 2.73 × 10⁻16 ഹെഡ്സ് വരും. ആൻഡ് എന്ത് ചെയ്യുക? ഇതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കാണാം. ലാംഡ ഈക്വൽ ടു എന്താണ്? C/ν ആണ്. ആൻഡ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി 1.099 × 10⁻8 മീറ്റർ ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ ആൻസർ കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഈ ഒരു എനർജി ഡിഫറൻസ് ആണ് കാണേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കണേ. നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണേ. ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. ഞാൻ പറയണതിൽ ടോപ്പിക്ക് നിങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്ന ടോപ്പിക്ക് എന്തായാലും പഠിക്കണം. ആൻഡ് എവറി പ്രോബ്ലം യു ഷുഡ് ഡു എവറി പ്രോബ്ലം കേട്ടോ. എല്ലാ പ്രോബ്ലവും നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു പ്രോബ്ലം മിസ്സാക്കരുതേ. എന്ത് ചെയ്യുക? അത് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടൊക്കെ പ്രോബ്ലം ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് നമ്മുടെ എന്താണ് സെയിം ഇതേപോലെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് നമ്മുടെ എന്താണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ തന്നെ ഒരു ബില്ലിയർഡ് ബോൾ പ്രോബ്ലം. എന്താണ് നമ്മുടെ മിനിമം വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയണത്. എന്താണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പറഞ്ഞ പോലെ തന്നെ എന്താണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന് പകരം എന്ത് ചെയ്യണം? ഒരു ബില്ലിയർഡ് എന്ന ടേബിൾ ഉണ്ട്. അതിലെന്തുണ്ട്? ഒരു ബില്ലിയർഡ് ബോൾ ഉണ്ട്. അതിലുള്ള ബില്ലിയർഡ് ബോളിൻ്റെ വെലോസിറ്റി ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ അൺസർട്ടൻറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യാമെന്നറിയോ? Δx Δp ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താണ്? h×2 ഓർ h എടുത്താലും കുഴപ്പമില്ല. ഇത് എന്ത് ചെയ്യാം നമുക്ക്? Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2 Δx നമുക്ക് എഴുതാമല്ലോ. ആൻഡ് Δxന് എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് പോർഷൻ തന്നിട്ടുണ്ടെങ്കിൽ Δx എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? തന്ന പോർഷൻ എടുക്കുക. ഓക്കെ, അതായത് മാക്സിമം എററാണ്. Δx ഈക്വൽ ടു എന്ത് വരും? 1 മീറ്റർ വരും. ഇതന്നെ എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് Δp കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഈ Δx 1 മീറ്റർ Δxന് കൊടുക്കുക. h×ന്റെ വാല്യൂ ആഡ് ചെയ്യുക. ഈ Δp കാണാം. Δp കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുമെന്നറിയോ? വാല്യൂ എഴുതാം. 5.27 × 10⁻35 വരും. ഓക്കെ, then എന്ത് ചെയ്താൽ മതി? വി മിനിമം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? Δp/ മാസ് കണ്ടാൽ മതി അല്ലേ? മാസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 80 ഗ്രാം തന്നിട്ടുണ്ട്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി വരിക? 5.7 × 10⁻35. 80 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 0.08 വരും. ദെൻ ഇറ്റ് വിൽ ബി 6.587 × 10⁻34 മീറ്റർ/സെക്കൻഡ് കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ സ്റ്റെപ്സ് ഒക്കെ ഇതിലുണ്ട്. ഞാൻ ഒരു സ്പീഡിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണേ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ. ഞാൻ ഈ ലാസ്റ്റ് മൊഡ്യൂൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അത്രയും സ്പീഡിൽ നേരത്തെ പ്രോബ്ലംസ് പറഞ്ഞ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂൾ എന്താണ്? നമ്മുടെ ഹൈഡ്രജൻ ആറ്റം ഇൻ വേവ് മെക്കാനിക്സ്. നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നേരെ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? നോർമൽ ഷ്രോഡിംഗർ ഇക്വേഷൻ അല്ലേ? ഒരു പെർട്ടിക്കുലർ എന്തല്ല ആറ്റത്തിൻ്റെ കേസോ ഒന്നല്ല നമ്മൾ എടുത്തത്. അതിൽ നമ്മൾ ചെയ്ത് എന്താണ്? നമ്മുടെ പാർട്ടിക്കിളിനെ ബോക്സാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസിഡർ ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കിളിനെ ബോക്സും പിന്നെ എന്ത് ടണലിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ എന്ത് നമ്മൾ ഡീൽ ചെയ്തു. ആൻഡ് ഈ കേസിൽ നമ്മൾ ചെയ്യാൻ പോണത് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞൊരു കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അവർ എന്താണ്? 4th ചാപ്റ്റർ, ലാസ്റ്റ് മൊഡ്യൂളാണ് കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം എടുക്കുന്ന സമയത്ത് ഇതിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യണ പോലെ എന്താണ് 2022 എടുത്തു കഴിഞ്ഞാൽ അതിൽ കോണ്ടന്റ് നമ്പേഴ്സ്. ഓക്കെ, പാർട്ട് എയിൽ കേട്ടോ. പാർട്ട് എയിൽ എന്താണ്? കോണ്ടന്റ് നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിക്കാറുണ്ട്. ദെൻ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ സീമാൻ എഫക്റ്റ്. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോണ്ടന്റ് നമ്പർ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ പഠിക്കും. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ്, ഹൈഡ്രജൻ ആറ്റം വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ കണ്ടുപിടിക്കുന്നത് ആ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോണ്ടന്റ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ സീമാൻ എഫക്റ്റ് ചോദിച്ചിട്ടുണ്ട് പാർട്ട് എയിൽ കേട്ടോ. അല്ല, 2022 23 എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം ഷ്രോഡിംഗർ ഇക്വേഷൻ എസ്. ഓക്കെ,
താരതമ്യേന വലിയൊരു എസ്സെയാണിത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം ചോദിച്ചത് ഈ ഒരു പെർട്ടിക്കുലർ ഹൈഡ്രജൻ ആറ്റം വേവ് ഷ്രോഡിംഗർ ഇക്വേഷനും അതിൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ടണൽ എഫക്റ്റ് 2023 ടണൽ എഫക്റ്റുമാണ് എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഇത് പഠിക്കാൻ എന്താണ്, നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ നവംബർ ലാസ്റ്റ് എക്സാം തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ പോവുക. എന്ത് ചെയ്യുക, വളരെ വലിയൊരു ഇക്വേഷൻ, വലിയൊരു ഡെറിവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ചിലപ്പോൾ എന്താ ചെറിയ പ്രയാസം ഉണ്ടാവും. ജസ്റ്റ് സ്റ്റിൽ എന്ത് ചെയ്യുക, ബേസിക് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2023 എടുത്തു കഴിഞ്ഞാൽ അതിൽ എസ് ആയിട്ടാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം വലിയ എസ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ. എന്തായാലും പഠിച്ചു വെക്കണം ബേസിക് കാര്യങ്ങളൊക്കെ. പിന്നെ ആ കൂടെ തന്നെ എന്ത് കൂടെ ചോദിച്ചിട്ടുണ്ട്, സീമാൻ എഫക്റ്റ്, സീമാൻ സ്പ്ലിറ്റിങ്ങും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 2024 കിടക്കുന്ന സമയത്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഷോർട്ട് ആൻസറിലാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, ജസ്റ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ദെൻ എന്താണ് ഫൈൻ സ്ട്രക്ചറും കോണ്ടന്റ് നമ്പേഴ്സും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ 4 പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ. ആൻഡ് ഇതിനെ പാർട്ട് വൈസ് ആയിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, പാർട്ട് എയിൽ ഫൈൻ സ്ട്രക്ചർ എന്താ ചോദിച്ചിട്ടുണ്ട്, കോണ്ടന്റ് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ ഷ്രോഡിംഗർ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. ഓക്കെ. ഇതെന്താണ് 3 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ദെൻ ചോദിച്ചിട്ടുള്ള പാർട്ട് ബീൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സീമാൻ എഫക്റ്റ് ചോദിച്ചിട്ടുണ്ട്, കോണ്ടന്റ് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതും എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി പാർട്ട് സി എടുത്തു കഴിഞ്ഞാൽ ഒറ്റത്തവണ മാത്രം ചോദിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഹൈഡ്രജൻ ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ ഇത് പാർട്ട് സി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം എന്താണ്, ഞാൻ ഇതിലേ ആ ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, ഞാൻ പറയും വലിയ ഡെറിവേഷനാണ്, നമുക്ക് ചെയ്താൽ തീരില്ല. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ട, ഒരു 1.5 മണിക്കൂർ ഇതിന് ആ ഡെറിവേഷൻ ചെയ്യാൻ മാത്രം ചിലപ്പോൾ വേണ്ടി വരും. സോ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഈ കാര്യം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം കേട്ടോ. എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു ഡെറിവേഷൻ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെതായിരിക്കണം പഠിക്കണം കേട്ടോ. ഓക്കെ. നമുക്ക് ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡെറിവേവ് ചെയ്തിട്ട് ഒരു 6ൻ്റെ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് പഠിക്കാൻ മാക്സിമം അത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റ് ഡൗൺ ദ ഷ്രോഡിംഗർ ഇക്വേഷൻ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം, ആ കാര്യം എന്ത് ചെയ്യുക ആദ്യം പറയാം. ഇത് 2024 പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മളെ പാർട്ടിക്കിളിനെ ബോക്സിൽ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ടണലിങ്ങിൻ്റെ കേസിലൊക്കെ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ കേസിലൊക്കെ നമ്മൾ എന്താ ഡീൽ ചെയ്തിട്ടുള്ളത്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ. ഓക്കെ.
കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡീൽ ചെയ്തിട്ടുള്ളത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്, കോർഡിനേറ്റിൽ എന്തായിരുന്നു നമ്മുടെ -h⁻² ഉണ്ടാവും. പിന്നെ എന്തുണ്ട്, d²/dx² പ്ലസ് v(x) ഇൻറ്റു psi = E⁻. ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 1 ഡയമെൻഷനിൽ നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇറ്റ്സ് 3 ഡയമെൻഷണൽ സിസ്റ്റം. നമ്മൾ അതിനൊരു സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കോർഡിനേറ്റ് സിസ്റ്റമാക്കി എടുക്കേണ്ടി വരിക, നമ്മൾ ആ കേസിൽ ഒരു SPC അല്ലേ, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക. എന്താണ് SPC, എന്താണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ അറിയോ, നിങ്ങൾ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇല്ലേ, ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. സോ ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ എ SPC സിസ്റ്റം അല്ലെങ്കിൽ ഫോർ എ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക. എങ്ങനെയാണ്, മൈനസ്, ശ്രദ്ധിക്കണം ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം, h²/2m വരെ നമ്മൾ ചെയ്ത് 2μ ആണ്. ഓക്കെ, മ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ അതിൻ്റെ ഒരു കമ്പൈൻഡ് മാസ് സിസ്റ്റം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് മാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മ്യൂ എന്ന് എഴുതുന്നത്. സോ മ്യൂ എഴുതുക ആൻഡ് ഇൻറ്റു എന്ത് വരും, നമ്മൾ ആദ്യം d²/dx² നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. എന്താണ് വരിക, 1/r² ∂/∂r r² ∂ψ/∂r. ഓക്കെ, ഇതെന്താണ് ഫസ്റ്റ് ആറിലെ ടേംസ്. അപ്പോൾ SPCയിൽ നമ്മൾ എന്തായിരുന്നു എടുക്കാറ്, r, θ, φ ആണ് നമ്മുടെ കോർഡിനേറ്റ്സ് അല്ലേ. XY സെറ്റിന് പകരം എന്താണ്, r, θ, φ ആണ്. എന്തുണ്ട്, നമുക്ക് റേഡിയൽ കമ്പോണൻറ്റ് ഉണ്ട്, പോളാർ കമ്പോണൻറ്റ് ഉണ്ട്, അസിമുത്തൽ കമ്പോണൻറ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും, തീറ്റേൻ്റെ ടേംസിൽ എന്താ വരിക, 1/r² sin θ ഇൻറ്റു, സോറി ഇവിടെ ഈ ബ്രാക്കറ്റ് ഇടുന്നത് മറന്നു വരുതേ, 1/r² sin θ ∂/∂θ ഓഫ് sin θ ∂/∂θ sin. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും, വേറെ നമുക്ക് 5 കമ്പോണൻറ്റ് കൂടെ ഉണ്ട്. 5 കമ്പോണൻ്റ് കേസിൽ എങ്ങനെ എഴുതാം, 5 കമ്പോണൻറ്റ് കുറച്ചുകൂടി എളുപ്പമാണ്. 1/r² sin² θ ∂² psi /∂φ². ഓക്കെ, ഈ എഴുതിയിട്ടുള്ള കംപ്ലീറ്റ് ടേം എന്താണ്, നമ്മുടെ ഈ d² psi/dx² മാത്രമാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ എന്തുണ്ട്, v(x) ഉണ്ട്, പ്ലസ് എന്ത് വരും, ഞാൻ ഇവിടെ എഴുതാം, പ്ലസ് v of r θ phi ആണ് വരിക, v of r θ phi ഇൻറ്റു എന്ത് വരും, psi വരും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു E psi. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അത് നമ്മുടെ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, psi = psi of r θ phi എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ, ഇതിലൊരു കോംപ്രമൈസും ഇല്ല, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ് കേട്ടോ അത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡെറിവേഷൻ ഞാൻ ചെയ്യണില്ല, ജസ്റ്റ് എന്ത് ചെയ്ത് നിങ്ങൾ നോക്കണേ. നെക്സ്റ്റ് എന്താണ്, കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ കേസിലെ ടേമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് 3 വർഷവും കോണ്ടന്റ് നമ്പർ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഡിസ്കസ് 4 കോണ്ടന്റ് നമ്പേഴ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റം 2024 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, വാട്ട് ആർ കോണ്ടന്റ് നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ആൻ ആറ്റോമിക് ഇലക്ട്രോൺ ആൻഡ് വാട്ട് ആർ ദെയർ പോസിബിൾ വാല്യൂസ്, ഇത് 2022 ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, 2023
മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണെന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, നമ്മൾ നേരത്തെ കിട്ടിയ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇല്ലേ, അത് സോൾവ് ചെയ്ത് പോണ സമയത്ത് നമുക്കതിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അതിന് ഏതൊക്കെയാണത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഇല്ലേ, അത് നമ്മൾ എഴുതി ഇങ്ങനെയാണ് കേട്ടോ. വേവ് ഫംഗ്ഷന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദിസ് ഈസ് അവർ റേഡിയൽ കമ്പോണൻറ്റ്, ദിസ് ഈസ് പോളാർ കമ്പോണൻറ്റ്, ദിസ് ഈസ് അസിമുത്തൽ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ക്വാണ്ടം നമ്പേഴ്സാണ് കിട്ടുക. ആൻഡ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എന്ത് വരും, എൽ വരും, ആംഗുലാർ ക്വാണ്ടം നമ്പർ. ഫൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ML മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരും. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും വായിച്ച് നോക്കണം. നിങ്ങളോട് പിന്നെ ഒരാളും കൂടെ സ്പിൻ ക്വാണ്ടം നമ്പർ, ഇതൊന്നും പെടാത്തൊരാളാണ്. ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദ ഷ്രോഡിംഗർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സോൾവ് ചെയ്ത് കിട്ടുന്ന ഒരാളല്ല സ്പിൻ ക്വാണ്ടം നമ്പർ. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് തിങ്. ഓക്കെ, അതും കൂടി ഓർമ്മിച്ച് വെക്കണേ നിങ്ങൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ക്വാണ്ടം നമ്പർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്, N ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് റേഡിയൽ പാർട്ടിൽ RNL വരുന്ന ആളാണത്. ഇതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, N = 1 2 3 എടുക്കാം. സിഗ്നിഫിക്കൻസ് എന്താണ്, നമ്മുടെ എനർജി എഴുതുന്ന സമയത്തെ എനർജീനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആളാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നമുക്കറിയാം, നമ്മൾ പാർട്ടിക്കിളിനെ ബോക്സ് എഴുതുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട് = n² π² h² 2ma² അല്ലേ. അതിൽ പറഞ്ഞ N ഇല്ലേ, ഓക്കെ, അതാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, എന്താണ്, ആൻഡ് ഇത് എന്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സൈസ് ഓഫ് ദ ഓർബിറ്റ്. ഓക്കെ, ആൻഡ് ഈ ഹൈഡ്രജൻ്റെ കേസിൽ എന്താണ് നോക്കിയേ, C7 എന്ത് പറയണത്, ആ ഒരു എനർജി എന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നിങ്ങൾ വാല്യൂസൊക്കെ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണേ. ഈ കാര്യം വായിച്ചിട്ടേ പോകാവുള്ളൂ എക്സാമിന്. നെക്സ്റ്റ് എന്താണ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. ആൻഡ് ഇത് എന്തിലൊക്കെ വരിക, നമ്മുടെ RN റേഡിയൽ പാർട്ടിലുണ്ട്, ആംഗുലാർ പാർട്ടിലുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, L = 0 1 2 up to n-1. ഈ വാല്യൂസ് നിർബന്ധമായിട്ട് നോക്കണേ. അതാണ് 0 1 2 up to n-1 വരെയാണ് വാല്യൂസ്. നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും. സിഗ്നിഫിക്കൻസ് എന്താണ്, ഷേപ്പ് ഓഫ് ദ ഓർബിറ്റ്. നമ്മൾ ഓർബിറ്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, KLMN എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഓർബിറ്റ്സ് പഠിക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്നും അതിന് വേറെ ഷേപ്സ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതാണ് എന്ത് ചെയ്യണത്, ഈ ഓർബിറ്റൽ ആംഗുലാർ നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണത്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ആൻഡ് എന്താണ് ഇത്, ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് L = √L × L + 1 h×. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യം കേട്ടോ. ഞാൻ സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോണത്. ഇതെന്താണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML എന്നാണ്. ഇത് ജസ്റ്റ് ആംഗുലാർ പാർട്ടിൽ മാത്രം വരുന്ന ആളാണ്. YLM θ5 മാത്രം വരുന്ന ആളാണ്. ഇതിൻ്റെ വാല്യൂസ്, ഇതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്, -L to +L. ഓക്കെ, -L to +L ആണ് ഇതിന് വാല്യൂസ് എടുക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റ് ഇൻ സ്പേസ്. ഈ സ്പേസിൽ നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്, അതാണ് എന്ത് ചെയ്യണത് ഇത് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണത്. ആൻഡ് അതിനെങ്ങനെയാണ് നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമ്മുടെ ആറ്റംസ് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഓർബിറ്റ്സ് ബിഹേവ് ചെയ്യണത്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് സ്പിൻ ക്വാണ്ടം നമ്പർ S and MS. ഓക്കെ, ഇതെന്താണ്, ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ ഷ്രോഡിംഗർ ഇക്വേഷന് സൊല്യൂഷനായിട്ട് വരുന്ന ആളല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആളാണ് നമ്മുടെ സ്പിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആറ്റത്തിന് ഇലക്ട്രോൺ ഇലക്ട്രോണിലൊക്കെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഇതുവരെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് മാത്രം പോരാ, ദർ ഷുഡ് ബി വൺ മോർ. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്ത് സ്പിൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ എന്താണ് പറയുക, നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഉള്ളൊരു ക്വാണ്ടം നമ്പറുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഇതിന് നമ്മളങ്ങ് ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഒന്ന് ഡിറൈവ് ചെയ്തെടുത്തൊന്നല്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. ആൻഡ് ഈ സ്പിന്നിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, +2 ആണ് വാല്യൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നെ +½ -½ എന്നൊക്കെ പഠിച്ചിട്ടില്ല, ആ സ്പിന്ന് തന്നെ കേട്ടോ ഇത് പറയണത്. ഇപ്പോൾ എന്താണ്
ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അക്കൗണ്ട്സ് ഫോർ ദ ഇലക്ട്രോൺസ് ഇൻട്രിൻസിക് സ്പിൻ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, നമ്മൾ ആംഗുലർ മൊമെൻറ്റം പറയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ഓക്കെ, ആ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ആളാണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ കേട്ടോ. ഓക്കെ, അതെന്താണ്, നമ്മൾ സീമാൻ എഫക്റ്റ് പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ. അതല്ലാതെ തന്നെ മാഗ്നറ്റിക് ഫീൽഡൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വേറൊരു സ്പ്ലിറ്റിംഗ് നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. അതിന് കാരണമായിട്ടുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ സ്പിൻ കേട്ടോ. ജസ്റ്റ് എന്ത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഈ ടേബിൾ എന്ത് ചെയ്യുക, ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യം ഒന്നും ഓർമ്മിച്ച് വെച്ചില്ലെങ്കിലും ഈ ടേബിൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിച്ച് പോവുക കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി, നമ്മുടെ ഇത് വേണമെന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ്, നോർമൽ സീമാൻ എഫക്റ്റ്, അനോമലസ് സീമാൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സീമാൻ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആറ്റംസിനെ എന്ത് ചെയ്യാണ്, നമ്മൾ ആറ്റംസിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഹൈഡ്രജൻ ആറ്റം പറയുന്ന സമയത്ത് അതിന് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്, ബാമർ സീരീസ് ഉണ്ട്, എന്തുണ്ട്, ഫൺ സീരീസ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലേമാൻ സീരീസ്, ബാമർ സീരീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത്തരം സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യുക, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ആറ്റത്തിനെ വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ സ്പ്ലിറ്റിംഗ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ്. ഓക്കെ, ആ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിന് ആ ഒരു ഫിനോമിന നമ്മൾ പറയണ പേരാണ് സീമാൻ എഫക്റ്റ്. ഓക്കെ, എന്താണ്, സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ആറ്റംസ് when they are placed in a magnetic field. ഓക്കെ, ഇതാണ് നമ്മുടെ സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞ കാര്യം. എന്താണ്, നമ്മുടെ ആറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനെ പറയണ ആളാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ സീമാൻ എഫക്റ്റ്. ഓക്കെ, കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ആറ്റത്തിനെ പിടിച്ചിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, അതെന്താണ്, ദർ വിൽ ബി സ്പ്ലിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, അതാണ് സീമാൻ എഫക്റ്റ് എന്ത് ഇൻ ജനറൽ. നോർമൽ സീമാൻ എഫക്റ്റ് എന്ന് പറയുന്ന കേസിൽ എന്താണ്, ടോട്ടൽ സ്പിന്ന് S=0 ആവുന്ന കേസിലാണ് എന്ത് ചെയ്യുക, നോർമൽ സീമാൻ എഫക്റ്റ് സംഭവിക്കുക കേട്ടോ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺ ആറ്റംസ് ലൈക്ക് കാഡ്മിയം, സിങ്ക്. ഞാൻ വളരെ ചെറുതായിട്ട് പറയുന്നുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കണേ. ദെൻ എന്താണ്, ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുക. ഓക്കെ, അതായത് സ്പ്ലിറ്റിംഗ് നടത്തിയിട്ട് അതിനെന്തുണ്ടാവും, അത് നോർമലി ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിംഗിൾ ലൈനാണെങ്കിൽ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകും, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകും. ഇത്രയും കാര്യം ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ആൻഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വേവ് ഇത് കാണാം, വേവ് ലെങ്ത്തിൻ്റെ റീജിയൻ കാണിച്ചു തരാം. ഓക്കെ, നോർമലി എന്താണ്, അതിൽ ഒരു µ0 ഫ്രീക്വൻസി ഉള്ള സ്പെക്ട്രൽ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിചാരിച്ചു ഇനീഷ്യലി ഈ ഒരു ഇമേജ് നോക്കിയേ. ബട്ട് ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മൂന്നായി സ്പ്ലിറ്റ് ചെയ്യും. എന്താണ്, ഒന്നെന്തായിരിക്കും, ഒറിജിനൽ ഫ്രീക്വൻസിയുള്ള ഒരാളുണ്ടാവും ഇത്, പിന്നെ എന്താണ്, കുറച്ച് കൂടുതൽ ഫ്രീക്വൻസിയുള്ള ഒരാളുണ്ടാവും ഇത്, ആൻഡ് കുറച്ച് കുറവുള്ളൊരു ഫ്രീക്വൻസിയുള്ള ആളുണ്ടാവും ഇത്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ നോക്കണേ സീമാൻ എഫക്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ട് അനോമലസ് സീമാൻ എഫക്റ്റ്. അപ്പോൾ എന്താണ്, നമ്മുടെ സ്പിന്ന്, നേരത്തെ കേസ് എന്താണ്, നോർമൽ സീമാൻ എഫക്റ്റ് സ്പിന്ന് 0 എന്ന കേസിലാണ്. അനോമലസ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്പിന്ന് ≠0 എന്ന സമയത്ത് വരുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടും സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യും, ഇവിടെ കുറച്ചുകൂടെ കൂടുതലേ. ഓക്കെ, എന്ത് ചെയ്യുക, സ്പിൻ എഫക്റ്റും കൂടെ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന, ഇപ്പോൾ നിങ്ങൾ സോഡിയത്തിൻ്റെ കേസ് എടുക്കാൻ വെച്ചാൽ സോഡിയത്തിന് D1 D2 ലൈനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ആ നമ്മൾ നേരത്തെ നോക്കുന്ന സമയത്ത് സിംഗിൾ ലൈനാന്ന് തോന്നിയ ആൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എന്താണ് S=0 എന്ന് പറയുന്ന സിറ്റുവേഷൻ, S=0 എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഓക്കെ, എന്താണ്, സ്പിന്നിൻ്റെ എഫക്റ്റ് കാരണം എന്ത് ചെയ്യുക, സ്പ്ലിറ്റിംഗ് സംഭവിക്കുക. ആ സമയത്ത് എന്തുണ്ടാവും, നേരത്തെയുള്ള എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള എഫക്റ്റ് എന്തിൻ്റെ കൂടെ ഉണ്ടാവും, സ്പിൻ ≠0 എന്ന് പറഞ്ഞൊരു എഫക്റ്റും കൂടെ എന്തുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻറ്റിൻ്റെ എന്താണ്, എന്താണ് ഒരു കോൺട്രിബ്യൂഷനും കൂടി എന്തുണ്ടാവും, അനോമലസ് സീമാൻ എഫക്റ്റിലുണ്ടാവും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ഫൈൻ സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫൈൻ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ സീമാൻ എഫക്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ഷുഡ് ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള സ്പ്ലിറ്റിംഗ് ആണ് സീമാൻ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയതില്ലേ, ഫൈൻ സ്ട്രക്ചറിൻ്റെ കേസിൽ നമുക്ക് എന്തില്ല,
നമുക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, എന്താണ് ദ എമിഷൻ ലൈൻസ് ഓഫ് ആറ്റോമിക് ഹൈഡ്രജൻ ഷോസ് ദാറ്റ് മെനി ഓഫ് ദം ആർ ഇൻ ഫാക്ട് നോട്ട് സിംഗിൾ ലൈൻസ് ബട്ട് വെരി ക്ലോസ്ലി സ്പേസ്ഡ് കോമ്പിനേഷൻ ഓഫ് 2 ലൈൻസ്. അതായത് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം പഠിച്ച സമയത്ത് നമ്മൾ നേരത്തെ ഇപ്പോൾ എന്താണ് ഒരു എനർജി ട്രാൻസിഷൻ നടക്കുകയാണ്, സിംഗിൾ ലൈൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. നമ്മൾ നേരത്തെ വിചാരിച്ച എന്താണ്, ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ നമുക്ക് കിട്ടിയെങ്കിൽ ശരിക്കും നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന സമയത്ത് അതെന്തല്ല, ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ലൈൻ, അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് വിത്തൗട്ട് എനി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ആ സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ആ ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിങ്ങിൻ്റെ കേസിൽ ആ സ്പ്ലിറ്റിംഗ് നടക്കണ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ഇ എന്ന് പറയുന്നത് മ്യൂ ബി ആയിരിക്കും കേട്ടോ. ഈ ഇമേജും കൂടി എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇതിൽ നോക്കി, ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ, നമ്മൾ അത്രയും നേരം സ്പിൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നേരത്തെ സിംഗിളായിട്ട് നിന്നയാൾ, അതിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു സ്പിൻ എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഇവിടെ ഉണ്ട്. സ്പിൻ എന്ന് പറയുന്ന ആൾ വരുന്ന സമയത്ത് എന്താണ്, അതിന് സ്പിന്നിന് 2 ഓറിയൻറ്റേഷൻ പോസിബിളാണ്. പോസിറ്റീവ് ഓറിയൻറ്റേഷനും പോസിബിളാണ്, പോസിറ്റീവ് ഹാഫ് എച്ച് ക്രോസും പോസിബിളാണ്, നെഗറ്റീവ് ഹാഫ് എച്ച് ക്രോസും പോസിബിളാണ്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾ എന്ത് ചെയ്യും, ഈ സ്പിന്നിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, പിന്നെയും സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇപ്പോൾ കാര്യം. നെക്സ്റ്റ് എന്ന് പറയണത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ എന്തിൽ പറയാനുള്ളത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 4th മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ദെൻ അതിലെന്തുണ്ട്, പ്രോബ്ലം ചോദിക്കുന്നത് സീമാൻ സ്പ്ലിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്, 1 വർഷം പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, നമ്മുടെ മൊത്തം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ള കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ട് മാത്രം കാണുക. സെക്കൻഡ് പാർട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് പാർട്ടും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കാണണം കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കാണുക. ഞാൻ എന്താണ് ഓൾമോസ്റ്റ് ഓൾ പ്രോബബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, മൊത്തം പ്രഡിക്ഷൻ ചെയ്തിട്ടുള്ളത്. പ്രഡിക്ഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ എന്താണ് ആ പ്രോബിലിറ്റി സ്റ്റാറ്റിക്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ 2 എന്താണ്, മൊഡ്യൂൾ 3 എന്താണ്, 4 എന്താണ്, അതിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോബ്ലംസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രോബ്ലംസ് പഠിക്കണ സമയത്ത് എന്ത് ചെയ്യുക, വന്നിട്ടുള്ളത് വെച്ചിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത് വാല്യൂസ് മാറ്റിയിട്ടൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അതിനാണ് നിങ്ങൾ പ്രോബ്ലംസ് നോക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കെന്നത്ത് ആൻഡ് ക്രെയിനിലുള്ള പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യാറ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടല്ലേ പ്രോബ്ലം ചെയ്ത് നോക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിനെ ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, എന്ത് ചെയ്യുക, നന്നായിട്ട് നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.